എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എന്നെ നേർന്നു വിട്ടതാണ്. പക്ഷേ ബൈബിൾ കോളേജിൽ വെച്ചുള്ള എൻകൗണ്ടർ എൻ്റെ ബുദ്ധിയെ മാറ്റി, ദൈവം എൻ്റെ ചിന്തകളെ മാറ്റി, ആകമാനം മാറ്റി. ഞാൻ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാനൊരു ദർശനം കണ്ടു. ദർശനം കണ്ടത് ഇങ്ങനെയാണ്: സാബു, അരുവിക്കര, 5 അടി 7 ഇഞ്ച് പൊക്കം. അവിടെ ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കാണുന്നത്. കാരണം ഈ വസ്തു രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു ശ്രുതി ഈ ദേശത്തെല്ലായിടത്തും പരന്നു. നമ്മളിത് രജിസ്ട്രേഷൻ ചെയ്ത് മാറിപ്പോകുമ്പോൾ, രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയാതെ മാറിപ്പോകുമ്പോൾ ഇത് അവർക്ക് മേടിക്കാനായിട്ട് അവർ അവിടെ വന്ന് നിൽക്കുക. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കത്തില്ല. നമ്മളെ പണിയുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി സ്ട്രഗിൾ ചെയ്യത്തില്ല. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ പാറമേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അവനാണ് നമ്മളെ പണിയുന്നത്. ഈ ഒരു സ്വർഗീയ കൂടാരത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഞാൻ അവരോട് കൂടെ വസിക്കും. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: സമ്പത്തിൽ ഞങ്ങളെ ധനവാനാക്കല്ലേ, ഞങ്ങളെ ആത്മാക്കളെ കൊണ്ട് ഞങ്ങളെ സമ്പന്നനാക്കണമേ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഗ്ലോറി ടു ഗാഡ്. സ്വർഗീയ കൂടാരം 14ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 14 വർഷവും ദൈവം നമ്മെ ജയോത്സവമായി നടത്തി. ഇന്ന് നമ്മളോടൊപ്പം സ്വർഗീയ കൂടാരത്തിൻ്റെ സ്ഥാപകനും അധ്യക്ഷനുമായിരിക്കുന്ന പാസ്റ്റർ ശോഭൻ രാജും കുടുംബവും നമ്മുടെ അടുക്കലുണ്ട്. സോ ഇത്രയും നാളുള്ള മിനിസ്ട്രിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ദാസനിലേക്ക് നമുക്കിനിയുള്ള നിമിഷങ്ങൾ നമ്മുടെ ആത്മീക വർധനവിനും വിശ്വാസത്തിൻ്റെ വർധനവിനുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചോദിച്ചറിയാം. സോ പാസ്റ്റർ ശോഭൻ രാജ്, കർത്താവിൻ്റെ ദാസൻ്റെ ആത്മീയ പിതാവ് കൂടിയാണ്. പാസ്റ്റർ, ഇത്രയും നാൾ കർത്താവ് ഈ 14 വർഷവും നമ്മളെ വിജയമായി നടത്തി. സോ ഈ 14ാമത്തെ വർഷവും എന്താണ് കർത്താവിൻ്റെ ദാസൻ ഈ മിനിസ്ട്രിയിൽ നിന്നുള്ള അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്? പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഹെവലിറ്റൻ്റെ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ 14 വർഷം ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തികയുകയാണ്. ദൈവം നടത്തിയ വഴികൾ ഈ നിമിഷം ഓർക്കുകയാണെങ്കിൽ ഒത്തിരി പറയുവാനുണ്ട്. ഇതുവരെയും ദൈവം നടത്തിയ വിശ്വസ്തതയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദൈവം വിശ്വസ്തനായിരുന്നു. പാസ്റ്റർ, ഈ മിനിസ്ട്രിയുടെ ആരംഭം എങ്ങനെയായിരുന്നു? ഞാൻ 1996 ആ ഒരു വർഷത്തിലാണ് ചുള്ളിമാനൂർ പുനവക്കുന്ന് എന്ന സ്ഥലത്ത് കടന്നു വരുന്നത്. ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ ശേഷം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു വലിയ ദർശനത്തോടെയാണ് കേരളത്തിലായിരുന്നത്. പക്ഷേ ആ സമയത്ത് ഈ ചുള്ളിമാനൂർ എന്ന ഈ പട്ടണത്തിൽ പുനവക്കുന്ന് എന്നൊരു ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു സഹോദരി, അന്ന് എൻ്റെ മാതൃ ചർച്ചായ IPC ചർച്ചിൽ അവർ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഞാനവിടെ അന്ന് ഇങ്ങനെ മെസ്സേജ് എനിക്കൊരു 5 മിനിറ്റ് കിട്ടി. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ദർശനങ്ങളെ ഞാനവിടെ പറയുമായിരുന്നു. അപ്പോൾ ഈ സഹോദരി ഇങ്ങനെ അതേ കാഴ്ചപ്പാടുള്ള, എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥലം ട്രിവാൻഡ്രം ജില്ലയിൽ, പ്രത്യേകിച്ച് നെടുമങ്ങാട് ഈ പുനവക്കുന്ന് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റർമാർ പ്രസംഗിച്ച് കേട്ട, ബൈബിൾ കോളേജിലൊക്കെ വന്ന് നോർത്ത് ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞ്, അങ്ങനെ ഞാൻ അതുവരെ പോയിട്ടില്ല, നോർത്ത് ഇന്ത്യയിൽ പോയിട്ടില്ല, മറ്റ് സ്റ്റേറ്റുകളൊന്നും അതുവരെ പോയിട്ടില്ല. അപ്പോൾ മനസ്സിനകത്ത് പാസ്റ്റേഴ്സ് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഈ ചുള്ളിമാനൂർ പുനവക്കുന്ന് എന്ന സ്ഥലത്ത് വന്നപ്പം ആ മനസ്സിനകത്തുണ്ടായിരുന്ന അതേ പിക്ചർ ആ പുനവക്കുന്ന് എന്ന സ്ഥലത്ത് കണ്ടു. അപ്പോൾ അവിടെ കൂടുതലും ഈ സഹോദരിമാർ മദ്യപിക്കുകയും അവരിങ്ങനെ പുകവലിക്കുകയും അവരിങ്ങനെ ഭയങ്കരമായിട്ടും അവിടെ പുരുഷന്മാരോട് ആധിപത്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ വചനം പറഞ്ഞാൽ ഇവിടെ എൻ്റെ അകത്തിരിക്കുന്ന ആ ദർശനം ഇവിടെ എല്ലാവരും ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നാകും എന്നുള്ള ഒരു ദർശനത്തോടു കൂടെയാണ് വിവാഹിതനാകുന്നതിന് മുൻപ് ഞാൻ ആ ദേശത്ത് വന്നത്. ആ ദേശത്ത് വന്ന് സൺഡേ സ്കൂളാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ
പാട്ട് പഠിപ്പിച്ചു കൊടുക്കാനും ബൈബിൾ കഥകൾ പഠിപ്പിച്ചു കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞപ്പം അവിടെയുള്ള ആൾക്കാർ അതിന് തയ്യാറായി. എന്നെ കൊണ്ടുവന്ന ആ സഹോദരി അവരുടെ വീട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കി തന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി പേര് വന്നു കൂടി. പിന്നെ ഈ കുഞ്ഞുങ്ങൾ അവരുടെ സന്തോഷം അവരെ മാതാപിതാക്കളുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് ആ മാതാപിതാക്കളും വരുമായിരുന്നു. അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥനയായിട്ട് നടത്തി തുടങ്ങി. അങ്ങനെയാണ് ഒരു വാഴവിളയുടെ അവിടെ ഒരു പനോക്കുന്ന ദേശത്തിന്റെ റിവൈവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ, അതൊരു ഭയങ്കര ഒരു എൻ്റെ ആ ഒരു നല്ലൊരു പിക് ടൈം ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൗവന സമയമായിരുന്നു. ഞാനും കർത്താവിൻ്റെ ദാസിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. യൗവന സമയത്ത് ഞാൻ കേട്ടത് കർത്താവിൻ്റെ ദാസ്യം അറിയുന്നതിലൂടെയാണ് ഞാൻ കേട്ടത്. ഒരു 20-21 വയസ്സ് ആ ഒരു ടൈമിൽ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ അരുവിക്കര എന്ന ദേശത്ത് നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് ഇവിടെ സുവിശേഷം അറിയിക്കായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പാസിനെ അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം? ഇത്രയും ദൂരം നടന്നു വന്ന് സുവിശേഷം അറിയിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എന്നെ നേർന്നു വിട്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിലെ വളർന്നു വരുമ്പോഴെല്ലാം ഈ കാര്യം എപ്പോഴും എന്നെ പറയുമായിരുന്നു. ഈ പഠിക്കാൻ പോകുമ്പോഴും വളരുമ്പോഴെല്ലാം അതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, നിന്നെ ദൈവവേലയ്ക്കുള്ളതാണ്, നിന്നെ ദൈവവേലയ്ക്കുള്ളതാണ്. എനിക്കങ്ങനെ അത്ര ദർശനമൊന്നും കൊച്ചിലേ ഇല്ല. ദൈവവേല ചെയ്യുന്ന അന്നത്തെ ആൾക്കാരെ ഞാൻ കാണുന്നത് വീട് വീടാന്തോറും ഇങ്ങനെ കയറി ട്രാക്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരിങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളുടെ ഒരു പിക്ചറാണ് എനിക്ക് അന്ന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു തരം താണ ഒരു പണിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ അമ്മയോട് എപ്പോഴും എനിക്ക് ദേഷ്യമായിരുന്നു, എന്തിനാ ഇങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ദൈവവേലയ്ക്ക് വേണ്ടി നേർന്നേ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ അമ്മയെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു പ്രായമായിരുന്നു, എൻ്റെ കുഞ്ഞു പ്രായം. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരുന്നു. ആയതുകൊണ്ട് എൻ്റെ ഒരു 18-ാമത്തെ വയസ്സിലൊക്കെ ആയപ്പോൾ കർത്താവ് എന്നെ സന്ദർശിച്ചു. ആ സന്ദർശനം ദൈവശബ്ദം കേൾക്കാനിടയായി. ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് എനിക്ക് നേരിട്ട് മനസ്സിലായി. പിന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എൻ്റെ പഠനത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ല. ആ തീരുമാനം എടുത്ത ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ കടന്നുപോയി. എൻ്റെ ആ പ്രായമെല്ലാം പിന്നെ അങ്ങനെയാണ് പോയത്. ഇന്നത്തെ പിള്ളേർ കളിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ ലോകപ്രകാരമുള്ള ആ ടൈം ഞാൻ കൂടുതൽ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ടൈമിലേക്ക് ആ കുഞ്ഞു പ്രായം മുഴുവനും അങ്ങ് മാറി. പാസ്റ്റർ, ഈ ബൈബിൾ കോളേജിലെ കാര്യം പറഞ്ഞപ്പോൾ ബൈബിൾ കോളേജിൽ വെച്ചിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായതിനെ പറ്റി പാസ്റ്റർ നമ്മളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് ഷെയർ ചെയ്താൽ വാച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ സത്യത്തിൽ ബൈബിൾ കോളേജിലും ഞാൻ ഇന്ന് നിർബന്ധിച്ച് വിട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി നന്നാകട്ടെ, അല്ലെങ്കിൽ അവൻ ദൈവവേല ചെയ്യട്ടെ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു വീട്ടുകാർക്ക്. പക്ഷേ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ഒരു കുഞ്ഞു പ്രായത്തിൽ. ആ ആക്സിഡൻറ്റിൽ ആണ് ഞാൻ സത്യത്തിലൊരു ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായത്, സൗഖ്യത്തോടു കൂടെ. ആ സൗഖ്യം നടക്കുന്ന സമയത്ത് കർത്താവിനോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു. ഈ ചുവരിൽ ഇങ്ങനെ ഒരു വചനം കർത്താവിനെ കാണിച്ചു തരുമായിരുന്നു. ജെരമ്യ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, നീ ബാലൻ എന്ന് പറയരുത്, നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി. അപ്പോൾ ഞാൻ ആ ചുവരിൽ കണ്ട അതേ വചനം ബൈബിളിലും നോക്കിയപ്പം സെയിം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എൻകൗണ്ടർ ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരിക. ആ പാസ്റ്റർ തമിഴ്നാട്ടിൽ നിന്ന് വരുമോ, തമിഴ്നാട്ടിൽ വന്നിട്ട് പുള്ളി എന്നെക്കുറിച്ച് ഒരുപാട് പ്രവചനം പറയുന്നു. എന്നിട്ട് പുള്ളിയുടെ കയ്യിലിരുന്ന ഒരു പേപ്പർ തുണ്ടെടുത്ത് അമ്മയുടെ കൈ കൊടുക്കുക. അപ്പോൾ അതൊരു ബൈബിൾ കോളേജിൻ്റെ ഒരു പേപ്പറായിരുന്നു. ആ പേപ്പറിൽ ഞാൻ ചുമ്മാ ഇട്ടതാണ്. അതൊരു ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജായിരുന്നു. ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജ്, പുത്തൻകുരിശ്, എറണാകുളം. അവിടെ സത്യത്തിൽ എനിക്ക് ഒരു ചാൻസും ഇല്ല, കാരണം ഞാൻ പഠിച്ചത് മലയാളം മീഡിയം. എൻ്റെ യോഗ്യത വെച്ചിട്ട് അവിടെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിൽ ദൈവകൃപയാൽ പാസ്സായി. ഞാനവിടെ പ്രവേശിച്ചു. എനിക്ക് പിള്ളേരോടൊപ്പം ഒരുമിച്ച് പഠിക്കാനായിട്ട് ഒന്നും കഴിഞ്ഞില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടെ മലയാളം സംസാരിച്ചാൽ ഫൈൻ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഗ്രൗണ്ട് മുഴുവനും കിടന്ന് ഓടണം. അങ്ങനെ ഓടി ഞാനൊരു പരുവമായി. പിന്നെ ഫൈൻ അടയ്ക്കാനായിട്ട് ക്യാഷിൽ പപ്പയുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല, കാരണം പപ്പയും ആ സമയത്ത് ഒത്തിരി ദാരിദ്ര്യത്തിലാണ്. അപ്പം അങ്ങനെ ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു, കർത്താവേ, എന്നെ അങ്ങേക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഇത് മനസ്സിലാക്കി തരണം, ഈ ലാംഗ്വേജ്, ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തരണം. അങ്ങനെ എല്ലാ പിള്ളേരും ചാപ്പലിൽ പോയ സമയം, അവർ പഠിക്കാൻ പോയ സമയത്ത് ഇവരാരും അറിയാതെ
അവിടെ ഏക്കർ കണക്കിന് വസ്തുണ്ട് ഈ ബൈബിൾ കോളേജിന്. അതൊരു മുഴുവനും റബ്ബറും അങ്ങനെയൊക്കെയുള്ള കൃഷിയൊക്കെയാണ്, ഏക്കർ കണക്കിന്. അപ്പം അതിനകത്ത് ഓരോ കുഴി കുഴിച്ചിട്ടിരിക്കും. ആ കുഴിക്കകത്ത് ഇറങ്ങിയാൽ ആരെയും കാണത്തില്ല. അപ്പോൾ ഞാൻ ഈ കുഴിക്കകത്ത് ഇറങ്ങി രാവിലെ 6 മണിക്ക്. എന്നിട്ട് മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം. എനിക്ക് ഈ ലാംഗ്വേജൊക്കെ കർത്താവല്ലേ ഉണ്ടാക്കിയേ. അപ്പം കർത്താവിന് ഇത് തരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ എൻ്റെ ആ സമയത്തുള്ള അറിവ് ഉപയോഗിച്ച് ഞാൻ അങ്ങനെ രാവിലെ കയറിയതാണ്. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ശരീരമൊക്കെ തളർന്ന് വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ പോയി. പെട്ടെന്ന് ഞാൻ കാണുവാണ് കുറേ വചനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് അതിങ്ങനെ ഉയരത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിനകത്തോട്ട് വന്ന് കയറുന്ന പോലെ തോന്നി. അതൊരു ഭയങ്കര എൻകൗണ്ടറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചാപ്പൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒത്തിരി ഇംഗ്ലീഷ് പത്രം വച്ചിരിക്കും. അപ്പം ഞങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വച്ചിരിക്കുന്നത്. ഞാനത് ആ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതിന് മുൻപ് ഈ ഇംഗ്ലീഷ് പത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹെഡ്ലൈൻ പോലും എനിക്ക് നേരെ അക്ഷരം കൂട്ടി വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുമ്പം അതെനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. ദൈവകൃപയിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് അവിടെ നിന്ന് പാസ് ഔട്ടായി പുറത്തു വരാൻ കർത്താവ് കൃപ നൽകി. എന്നോടൊപ്പം പഠിച്ച ഒത്തിരി അഭിഷക്തന്മാരിന്നും ദൈവകൃപയാൽ എന്നോടൊപ്പം വരികയും സഹകരിക്കുകയും ചെയ്യുന്നു. അവരിൽ പലരും ഇന്ന് വിദേശ രാജ്യത്തും ഇന്ത്യയിലും അറിയപ്പെടുന്ന അഭിഷക്തന്മാരായി മാറി. അതൊരു ഭയങ്കര ഒരു ടേണിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേട്ട ശേഷം എൻ്റെ ബുദ്ധി മാറി. അതാണ് ബൈബിൾ കോളേജിൽ വെച്ച് ഉണ്ടായ ഏറ്റവും വലിയ ഒരു എൻകൗണ്ടർ. എൻ്റെ കഴിവുകൾ മാറി. അത് പൗലോസ് പറയും പോലെ അവൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയും പോലെ അതൊരു ഭയങ്കര ഇത്. കാരണം എൻ്റെ കുടുംബം പപ്പയും അമ്മയുടെ ഒക്കെ ചരിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ഫുഡ് തരാനോ നല്ല ഡ്രസ്സ് മേടിച്ച് തരാനോ ഒന്നും പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു അവരുടെ ആ ഒരു ടൈം. എങ്കിലും അമ്മയുടെ ഭയങ്കര ആഗ്രഹം അവനെ ദൈവവേല ചെയ്യണം. അമ്മയ്ക്ക് അത് ഭയങ്കര ഒരു തീരുമാനമായിരുന്നു. പപ്പയ്ക്കും അത് ഇഷ്ടമായിരുന്നു. പക്ഷേ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അവൻ ജോലിക്ക് പോട്ടെ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത പപ്പയ്ക്ക് ഉണ്ടായിരുന്നിട്ടുണ്ട്. പലപ്പോഴും പപ്പ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്നെ നന്നായിട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള താല്പര്യമോ എൻ്റെ ബാല്യകാലത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ആ തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ എനിക്ക് അങ്ങനെയുള്ളൊരു അറിവില്ലായിരുന്നു. പക്ഷേ ബൈബിൾ കോളേജിൽ വെച്ചുള്ള എൻകൗണ്ടർ എൻ്റെ ബുദ്ധിയെ മാറ്റി. ദൈവം എൻ്റെ ചിന്തകളെ മാറ്റി, ആകമാനം മാറ്റി. അതെന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും അറിയാം, എൻ്റെ കൂടെ നടന്ന ഫ്രണ്ട്സിനറിയാം. അവരിന്നും എന്നെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ എങ്ങനെയായിരുന്നു, ഞാനിപ്പം ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അവർക്ക് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ശോഭൻ രാജ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ അവർക്കറിയാം. അതുകൊണ്ട് പലരും ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരിക്കുമ്പം വിളിച്ചിട്ട് എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കാറുണ്ട്. കാരണം അവർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഞാനത് ചെയ്യുന്നത്. പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു എൻകൗണ്ടർ സംഭവിച്ചാൽ നമ്മുടെ ലൈഫ് ഇതുപോലെ മാറും. അതായിരുന്നു എൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും എനിക്ക് നന്ദി പറയാൻ പറ്റും. കാരണം അതെൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പഠിത്തത്തിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും അല്ലായിരുന്നു. ഇപ്പോഴും അത് തന്നെ കേട്ടോ. ദൈവം തരുന്ന ഒരു കൃപയല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതെൻ്റെ ഒരു ബൈബിൾ കോളേജ് എക്സ്പീരിയൻസ്. അതുപോലെ കർത്താവിൻ്റെ ദാസി നമ്മുടെ അടുത്തുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെയും നമ്മുടെ ചർച്ചിൻ്റെ ഒരു അയൺ പില്ലർ കൂടിയാണ് കർത്താവിൻ്റെ ദാസി. കർത്താവിൻ്റെ ദാസി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അല്ല കൂടുതൽ അറിഞ്ഞതാണ്. കർത്താവിൻ്റെ ദാസി ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള മാരേജിൻ്റെ ടൈം, എങ്ങനെയാണ് ആ മാരേജിലേക്ക് എത്തിയതും. അതൊരു ഭയങ്കര ഒരു സംഭവമാണ്, നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ കർത്താവിൻ്റെ ദാസി നമ്മളോട് ഷെയർ ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ബ്ലെസ്സിങ്. കുഞ്ഞിലേ മുതലേ എനിക്ക് ദൈവമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ടായിരുന്നു. കാരണം എൻ്റെ 12ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പ മരിച്ചു. അതിനുശേഷം എപ്പോഴും യേശുവിനുമായിട്ട് ഭയങ്കര ഒരു ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു. കർത്താവിനോട് എന്ത് വിഷയം വന്നാലും ആരും അറിയാതെ യേശുവിനോട് സംസാരിക്കുകയും കരയുകയും, മരത്തിൻ്റെ മൂടുകളിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പം വഴിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പം ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ട് പോവുകയും സങ്കടങ്ങൾ കരഞ്ഞ് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തുടർന്ന് പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. ആ സമയത്താണ് ഞാനൊരു ദൈവശബ്ദം കേട്ടു. എനിക്ക് ഒരു മീറ്റിംഗ്, ഞങ്ങളുടെ സെൻറ്റർ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ചാണ് ഞാൻ ഈ ദൈവശബ്ദം കേൾക്കുന്നത്. എനിക്ക് വേണ്ടി പോവും, ഞാൻ ആരെ അയക്കേണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വിഷനും കാണുകയാണ്.
കർത്താവ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ പോകാം, പക്ഷേ എനിക്ക് എങ്ങനെ പോകണം, എന്ത് പോകണം, അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. തുടർന്ന് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് കല്യാണ ആലോചനകൾ ഒത്തിരി വന്നു. അപ്പോൾ ഞാൻ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാനൊരു ദർശനം കണ്ടു. ദർശനം കണ്ടത് ഇങ്ങനെയാണ്: സാബു, അരുവിക്കര, 5 അടി 7 ഇഞ്ച് പൊക്കം. ഈ ഒരു വിഷൻ എനിക്ക് കിട്ടി. ഒരു വലിയ ബിൽഡിങ്, റൂം നമ്പർ 7. അപ്പം ഞാൻ ഈ ബിൽഡിങ്ങിനകത്ത് ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ റൂം എവിടെ, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? അപ്പോൾ റൂം നമ്പർ 7. അപ്പോൾ അതിനകത്തോട്ട് നോക്കിയപ്പോൾ ഒരാളിരുന്ന് ജോലി ചെയ്യുന്നു. എനിക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്ററിൻ്റെ കല്യാണ ആലോചന ഇങ്ങനെ വരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര് ശോഭൻ രാജാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര് സാബു എന്നാണ്. അരുവിക്കരയാണ് സ്ഥലം. 5 അടി. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി വിവാഹത്തെ തുടർന്ന്. മാനുഷികമായിട്ടുള്ള പലരുടെയും എതിർപ്പുകളുണ്ടായി. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി വില കൊടുത്തു. മനുഷ്യൻ്റെ വാക്കിനൊന്നും വില കൊടുക്കാതെ ദൈവം എന്നോട് പറഞ്ഞ ആ വാക്കിന് വേണ്ടി മാത്രം. കർത്താവ് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു: മുഖമോ പൊക്കമോ നോക്കരുത്. അങ്ങനെ കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്ത് കർത്താവിൻ്റെ ശബ്ദത്തിന് മാത്രം ആശ്രയിച്ച് നടന്ന വിവാഹമാണ് ഞങ്ങളുടെ വിവാഹം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദൈവമക്കൾക്ക്, പ്രേക്ഷകർക്കൊരു എന്താണ് ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ തോന്നും. സത്യത്തിൽ ഇപ്പോഴാണ് എൻ്റെ യഥാർത്ഥ രൂപം ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പണ്ട് ഞാൻ ചില കൺവെൻഷനൊക്കെ പറയാറുണ്ട്. എനിക്ക് 38 സൈസാണെങ്കിൽ ഞാനിടുന്ന ഷർട്ട് 42 ആയിരുന്നു. കാരണം എൻ്റെ വണ്ണം കാണിക്കാനായിട്ട്. എനിക്ക് അങ്ങ് മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ വേറെ ഫേസായിരുന്നു. അപ്പോൾ എന്നെ ഒരിക്കലും സൂട്ടല്ലായിരുന്നു ആൻറ്റിക്ക്. അപ്പോൾ ആൻറ്റിയുടെ ബന്ധുക്കൾക്കാണെങ്കിലും ആൻറ്റിയുടെ ചർച്ചിലുള്ളവർക്കാണെങ്കിലും ഞാൻ നമ്മുടെ അനിൽ അടൂർ എഴുതിയതുപോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അങ്ങനത്തെ ഒരു രൂപമായിരുന്നു എൻ്റേത്. അപ്പോൾ ആ രൂപത്തെ ഒരിക്കലും മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ ഒരിക്കലും ഒരു സാധ്യതയില്ല. പക്ഷേ ഇതൊരു ദൈവ ശബ്ദം ആൻറ്റി കേട്ടതുകൊണ്ടും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇന്ത്യയിലും ലോകരാഷ്ട്രങ്ങളിലും ദൈവത്തിന് ഉള്ളതുകൊണ്ടും അതിനകത്ത് ആൻറ്റി ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഞാനും ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കും കുറേ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി കണ്ടപ്പോൾ എല്ലാം കൊണ്ട് അത് മാച്ചായിരുന്നു. മുന്നോട്ടാണ് ഞങ്ങളുടെ ലൈഫ് ദൈവം ആ ദർശനത്തിൻ്റെ ബ്യൂട്ടിയിലേക്ക് കൊണ്ടുവന്നു. അതെ, ദൈവം നമ്മളെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്കൊന്നും വേർപിരിക്കാൻ പറ്റത്തില്ല, സാഹചര്യങ്ങൾക്കൊന്നും വേർപിരിക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഒരു ട്രൂത്താണ്. ആ ഒരു ദർശനം ദൈവത്തിൻ്റെ ആത്മാവ് ഇതുപോലെ കണക്ട് ചെയ്തത് അത് ഭയങ്കര ഒരു ട്രൂത്താണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ കർത്താവിൻ്റെ ദാസൻ്റെ മകൻ ഫെയ്ത്ത് ശോഭൻ രാജ് നമ്മുടെ അടുക്കലുണ്ട്. കർത്താവിൻ്റെ ദാസനാണ് ഇപ്പോൾ യൂത്തിൻ്റെ മിനിസ്ട്രി ഒക്കെ നോക്കുന്നത്, ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ ഈ 14 വർഷത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. പ്രിയ പാസ്റ്ററുടെയും ആൻറ്റിയുടെയും വിഷനോട് ചേർന്ന് ഈ ഒരു ദർശനത്തിൻ്റെ കീഴിലായിരിക്കുന്നതിൽ ഞാൻ കർത്താവിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഇന്ന് ഈ ഒരു 14 വർഷത്തിലേക്ക് തികയുന്ന ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ദൈവത്തോട് താങ്ക്ഫുള്ളാണ്. വചനം ഇങ്ങനെയല്ലേ പറയുന്നത്: നടുന്നവനും നനയ്ക്കുന്നവനും അല്ല, വളരുമാറാക്കുന്ന കർത്താവാണ്. ഈ ഒരു വിഷനെ ദൈവം നമ്മുടെ ഉള്ളിൽ വിതച്ചു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഹോളി സ്പിരിറ്റിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ജസ്റ്റ് ഫ്ലോ ആകുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയാണ് ഇത്രത്തോളം ദൈവം നമ്മളെ കൊണ്ടുവന്നത്. ഈ ഒരു വലിയൊരു സ്പിരിച്വൽ കവറിങ്ങിനകത്ത് ദൈവാത്മാവ് നമ്മളെ ആക്കിയിരിക്കുന്നതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഈ 14 വർഷവും ദൈവം വളരെ വിശ്വസ്തനായി ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്വർഗീയ കൂടാരത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഞാൻ അവരോട് കൂടെ വസിക്കും. ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ഒരു കൂടാരത്തിന് തന്ന ഒരു വാക്യം അനുസരിച്ച് തന്നെ ദൈവത്തിൻ്റെ ടാൻജിബിളായിട്ടുള്ള പ്രസൻസ് നമ്മുടെ ഹാളിനകത്തും നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്തും പരിശുദ്ധാത്മാവ് പകരുന്നത് കാണുവാനും അനുഭവിക്കാനും ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 1 year ആയിട്ട് പാസ്റ്ററിൻ്റെ കൂടെയും അമ്മയുടെ കൂടെയൊക്കെ മിനിസ്ട്രിയിലകത്തായിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ദൈവം ഈ ഒരു വിഷനകത്ത് ആയിരങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച് അനേകം കുഞ്ഞുങ്ങളെ, അനേകം പട്ടണങ്ങളെ ദൈവം നമ്മളിലൂടെ ആകർഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്വർഗീയ കൂടാരത്തെ സ്ഥാപിച്ചപ്പോൾ ദൈവം പ്രിയ ദൈവദാസിൽ കൊടുത്ത വാക്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു കൂടാരമാണ്.
ഇവിടെ ദൈവം വസിക്കുന്നുണ്ട്. ഇതൊരു ഭയങ്കര അത്ഭുതകരമായിട്ട് ദൈവം 14 വർഷം കൊണ്ടുവന്നെങ്കിൽ ഇനി വരുന്ന ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവം എന്തോ പുതിയ തുടക്കങ്ങളെ ദൈവം നമ്മുടെ മിനിസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ ദേശങ്ങൾക്കകത്ത് ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോറോവർ ഈ 14 വർഷവും നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ദൈവം ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും ഓരോരോ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ, ദൈവസ്ഥാനത്ത് നടക്കുമ്പോൾ, കഴിഞ്ഞ വർഷം നടന്നതുപോലെയല്ല ഈ ഒരു വർഷം കയറുമ്പോൾ ദൈവം തരുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ മെച്ചോർഡായിട്ടുള്ളൊരു ക്രിസ്തുവിൻ്റെ സഭയാക്കി. കെട്ടിടങ്ങളോ നമ്മൾ കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആ ഒരു ആത്മാവിൽ പക്വതയുള്ള മനുഷ്യരാക്കി ദൈവം നമ്മളെ ഓരോ ദിവസം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നമ്മളെ പണിയുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി സ്ട്രഗിൾ ചെയ്യത്തില്ല. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ പാറമേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അവനാണ് നമ്മളെ പണിയുന്ന ആ ഒരു റെവലേഷനകത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇനി ആ ഒരു മിനിസ്ട്രിയെ ആര് ശ്രമിച്ചാലും, നമ്മുടെ മിനിസ്ട്രിയുടെ പ്രാരംഭ ഘട്ടങ്ങളിലൊക്കെ ഈ ദേശത്തു നിന്ന് അനേകം പ്രതിസന്ധികൾ ഉയർന്നിട്ടുണ്ട്. അനേകം ദൈവത്തെ അറിയാത്തൊരു കൾച്ചറിനകത്തുള്ള ആ ഒരു ഏരിയക്കകത്ത് വന്നപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരെ നമ്മുടെ ചർച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച ഘട്ടങ്ങളുണ്ട്. അല്ലാണ്ടും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടും നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം ദൈവമാണ് ഈ സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ പോലും അത് സ്റ്റോപ്പ് ആകത്തില്ല. നമ്മുടെ ഒരു ഭയങ്കര ഒരു ട്രൂത്താണ്. കാരണം പലരും ഈ സഭയുടെ വലിപ്പം കണ്ടും ആൾക്കാരിങ്ങനെ വരുന്നു എന്ന് വിചാരിച്ചൊക്കെ സഭ പണിയാൻ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ചർച്ച് ദൈവശബ്ദം കേൾക്കാണ്ട്. അത് പറഞ്ഞൊരു ഭയങ്കര ഒരു പോയിന്റാണ്. ദൈവം പണിത് കഴിഞ്ഞാൽ ദൈവം അതിനെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഒരു കർത്താവിൻ്റെ ദാസൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഒത്തിരി പുറത്തുള്ള ഒത്തിരി പേര് ചിന്തിക്കുന്നതും പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര രസമാണ്, അവരുടെ ലൈഫ് കണ്ട ഭയങ്കര ഇതാണ്. സോ അവർക്കറിയില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് സഭ കടന്നു വന്നത്. അപ്പോൾ ആ പ്രതിസന്ധിയുടെ മേഖലകളൊക്കെ കണ്ടു വന്നൊരു വ്യക്തിയും കൂടെയാണ് ബ്രദർ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പാസ്റ്റർ മകൻ എന്ന് പറയുന്നതിൽ ഒരുപാട് സ്ട്രഗിൾസുകൾ ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു ഹാപ്പി ലൈഫ് ഉണ്ടാകാം, ചില സമയത്ത് നമുക്ക് ലഭിക്കും. ഒരു വചനം ഇങ്ങനെ ഉണ്ട്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. നമ്മൾ ഈ മിനിസ്ട്രി നമ്മൾ നേരോടെയാണ് നിൽക്കണമെങ്കിൽ, നേരോടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു നന്മയ്ക്കും മുടക്കം ഉണ്ടാകത്തില്ല. നമ്മളുടെ മേലെ ആ ഒരു ബ്ലെസ്സിങ് എപ്പോഴും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു മിനിസ്ട്രിയിലൂടെ അനേകം പേർ രക്ഷിക്കപ്പെടുന്നതും അനേകം പേർ ദൈവസ്നേഹത്തിലേക്ക് വരുന്നതും അനേകം പേരിലേക്ക് ആ ഒരു മാറ്റം ഉണ്ടാവുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ചർച്ചിനകത്തൊക്കെ ഒരുപാട് മെൻ്റലി ആയിട്ടുള്ള ആൾക്കാർ ഭൂതമിളകിയിട്ടൊക്കെ വന്ന്, അപ്പോൾ എൻ്റെ കുഞ്ഞിലേ തൊട്ട് ഞാനിങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ടാണ് ഈ ഹാളിനകത്തും ചർച്ചിനകത്തും വളർന്നത്. ആ ഒരു അത്ഭുതങ്ങളൊക്കെ കാണുമ്പോഴും ഇത് കൊള്ളാമല്ലോ, ഈ ഒരു സാന്നിധ്യത്തിനകത്ത് ജീവിച്ചാൽ, ഈ ഒരു ലൈഫ് സ്റ്റൈലിനകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ, അപ്പം പിന്നെ എനിക്ക് ഒരു ഡോക്ടറിൻ്റെ മോനെന്നുള്ളേക്കാളും എൻജിനീയറിൻ്റെ മോനെന്നുള്ളേക്കാളും ബെറ്ററാണ് പാസ്റ്ററിൻ്റെ മോനെന്നുള്ള ലൈഫ്. ആ ഒരു ലേബലും എന്തുകൊണ്ടും മനോഹരമാണ്. കാരണം മറ്റുള്ളവരെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഫാമിലിക്കകത്ത് ജനിക്കാനും ആ ഒരു വിഷനെ ചുമക്കാനും ദൈവവേല എന്ന് പറയുന്നത് ഒരുപാട് ബ്യൂട്ടിഫുള്ളാണ്. പാസ്റ്ററിൻ്റെ മകനെന്ന് ജനിക്കുന്നതും വളരെ മനോഹരമാണ്. പക്ഷേ ഒരുപാട് പാസ്റ്റർമാരുടെ മക്കൾ ദൈവവേലയിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണം ആ ഒരു യഥാർത്ഥ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. എനിക്ക് യേശുവിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഞാനൊരു പാസ്റ്റർ മോനായതുകൊണ്ടല്ല, എൻ്റെ യേശുവിൻ്റെ സ്നേഹം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ എൻ്റെ യേശുവുമായിട്ട് എൻകൗണ്ടർ ചെയ്തു. ആ ഒരു സാന്നിധ്യത്തെ എനിക്ക് വ്യക്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എൻകൗണ്ടർ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതെ, എൻ്റെ 13ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ ദൈവമായിട്ട് എൻകൗണ്ടർ ചെയ്തത്. നമ്മുടെ ചർച്ചിനകത്തൊരു 21 days ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേ, ആ ഒരു ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ലാസ്റ്റ് ടൈമിൽ, ആ ഒരു ലാസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു തഞ്ചാവൂർ ലിയോൺസ് പാസ്റ്ററായിരുന്നു ആ ടൈമിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പാസ്റ്ററിൻ്റെ വർഷിപ്പ് കഴിഞ്ഞു, പപ്പ വർഷിപ്പിന് വേണ്ടിയിട്ട് കയറി വീണ്ടും അഗെയിൻ ഒരു വർഷിപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് എന്നെ വീണ്ടും സ്റ്റേജിൽ പാസ്റ്ററിൻ്റെ കൂടെ പപ്പയുടെ കൂടെ എന്നെ നിർത്തി. അപ്പോൾ കുറച്ച് ആ ഒരു ടൈമിൽ അവിടെ നല്ലൊരു ആരാധന നടക്കുകയാണ്. എല്ലാവരും ആ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ കഴിയുന്നതിൻ്റെ ആ ഒരു മണിക്കൂറുകളുടെ ആരാധന ഭയങ്കര തീപ്പൊരി ആരാധന നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ആരാധനയിൽ ഞാൻ കണ്ണടച്ച യേശുവേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ വലിയൊരു പ്രകാശം എൻ്റെ ഫ്രണ്ടിൽ വന്ന്, എനിക്കറിയത്തില്ല, ഞാൻ വായി തുറന്ന് ഇങ്ങനെ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി.
എൻ്റെ കണ്ണിൽ നിന്ന് അറിയാണ്ട് കണ്ണുനീര് വരാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു ബഹളം വയ്ക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ടോ, എൻ്റെ ശബ്ദം പുറത്ത് വരുന്നുണ്ടോ എന്നോ എനിക്കറിയത്തില്ല. എനിക്കൊരു 2-3 മണിക്കൂറത്തേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയിരുന്നു. എൻ്റെ ഭയങ്കരമായിട്ട് ഔട്ടായി. ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇത് നമ്മൾ പറയുന്ന മാത്രമല്ല, ജീസസ് ഈസ് റിയൽ, വി ക്യാൻ എക്സ്പീരിയൻസ് ജീസസ്. സോ ഈ എന്നെ കാണുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനോട്, എല്ലാ തലമുറകളോടും എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, നമ്മളീ പറയുന്ന യേശു ഒരു വർത്തമാനം, യേശു എന്ന് പറയുന്ന സുവിശേഷം അത് അനുഭവിക്കാനുള്ളതാണ്. യു ക്യാൻ എക്സ്പീരിയൻസ് ജീസസ്. ഒരുപാട് ദൈവദാസന്മാർ അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് ഇതിലേക്ക് ഇറങ്ങി വന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാടിപ്പോകും. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയെ ഒരിക്കലും വാടാൻ ദൈവം അനുവദിക്കത്തില്ല. ആൾ വാടത്തില്ല. കാരണം അയാളുടെ ബിലീഫ് എല്ലാം ആ ഒരു ദൈവത്തെ കണ്ടിട്ട്. മോശ ഇറങ്ങിയത് ദൈവത്തെ കണ്ടിട്ട്. യാക്കോബ് ദൈവത്തെ കണ്ടു, അബ്രഹാം ദൈവത്തെ കണ്ടു, പൗലോസ് ദൈവത്തെ കണ്ടു. നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന തലമുറ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ദൈവമായിട്ടുള്ള എൻകൗണ്ടറിനെ ചോദിക്കുക. അല്ല, ആ ഒരു എൻകൗണ്ടറാണ് നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് അപ്സൈഡ് ഡൗൺ മാറ്റിമറിക്കുന്നത്. ആ ഒരു എൻകൗണ്ടറാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇതിപ്പോൾ കാണുന്ന യങ്സ്റ്റേഴ്സിനും ഇത് ഭയങ്കര ഒരു നിങ്ങൾ കറേജ് ചെയ്യാണ്, ഇതിനെ കൊതിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുക ഈ എൻകൗണ്ടറിനെ. കർത്താവിൻ്റെ ദാസനെ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസൻ്റെ ലൈഫിൽ ഒരു എൻകൗണ്ടറാണ് തിരിച്ചത്. സോ എൻകൗണ്ടർ വിൽ ബി ചേഞ്ച് യുവർ ലൈഫ്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി എൻകൗണ്ടേഴ്സ് നടക്കാൻ പോവുകയാണ്. ഈ ഫെയ്ത്തിനെ സംബന്ധിച്ചിടത്തോളം അവനെ ആൻറ്റി ഗർഭത്തിൽ വഹിക്കുമ്പോൾ തന്നെ എന്നെ ദൈവവേലയ്ക്ക് കൊണ്ട് നേർന്ന പോലെ തന്നെ ഫെയ്ത്തിനെയും അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരു 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 വിളിയും കൂടെ അവൻ്റെ മേൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞു പ്രായം മുതൽ ഞങ്ങൾക്ക് അവനിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അവൻ്റെ ക്യാരക്ടറിനകത്താണേലും പ്രെയർ ലൈഫിനകത്താണേലും ഈ കുഞ്ഞിലെ അവൻ്റെ വളർച്ചയിൽ തന്നെ കർത്താവുമായിട്ടൊരു ഭയങ്കര ഒരു സ്നേഹത്തെ ഞങ്ങൾ കാണാൻ പറ്റും. പലപ്പോഴും ഞങ്ങൾ കുഞ്ഞിലെ അവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. അവൻ വേറെ റൂമിൽ കിടന്നാലും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ഞങ്ങൾ രാത്രിയിൽ ഉണരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞു പ്രായത്തിലാണ് അവൻ സ്നാനപ്പെട്ടത്. അവൻ്റെ സ്നാനത്തിങ്കൽ ഒത്തിരി കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു. കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ അവൻ്റെ സ്നാനത്തിൽ സ്നാനപ്പെട്ടു. മാതാപിതാക്കളോട് പറഞ്ഞ് അപ്പോഴും ഡ്രസ്സ് കൊണ്ടുവന്ന് അതുപോലെ ആ സ്നാനമൊക്കെ ഭയങ്കര ഒരു പലരുടെയും ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തി. അന്നത്തെ ആ ഒരു റിവൈവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഫെയ്ത്തോൻ പറഞ്ഞതുപോലെ റിയലി കർത്താവ് ഇറങ്ങി വന്ന് കർത്താവിൻ്റെ ഫേസ് കാണിക്കുന്ന, ശക്തി കാണിക്കുന്ന, കർത്താവിൻ്റെ ആ സാന്നിധ്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. ആ ടൈമിലത്തെ ആ ഞങ്ങളുടെ സ്നാനവും ഉപവാസവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ്റെ സ്നാനത്തിൽ തന്നെ പലരും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാതെ അവിടെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെയല്ലേ, അങ്ങനെ ദൈവം അത്ഭുതം ചെയ്ത ഒരു ശലിക്കായിരുന്നു ആ നിമിഷം. ആൻറ്റിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആൻറ്റിയും കർത്താവിൻ്റെ ദാസനും പറയുന്നതിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഒരു ഡെലിവറി ടൈമിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും ഡോക്ടർമാർ ഇങ്ങനെ കുഞ്ഞു മരിച്ചു എന്നൊരു റിപ്പോർട്ട്, അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഫെയ്ത്തിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒരു 10 അടിയോളം താഴ്ചയിൽ ഞാൻ വീണിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഒരു കുഴപ്പമുണ്ടായില്ല. ഇവന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഞാൻ എപ്പോഴും യേശുപ്പനോട് പറയുമായിരുന്നു, യേശുപ്പ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി വളർത്തിക്കോളാമെന്ന് ദൈവത്തോട് നേർന്നു. അവനെ അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രതികൂലം വന്നു. അത് കഴിഞ്ഞിട്ട് ഡെലിവറിയുടെ അന്ന് പാസ്റ്റർ അതായത് അവന് 24 വയസ്സായി. 24 വർഷം മുമ്പ് ഈ പാലോട്, വിതുര, ഇങ്ങനെയുള്ള ഈ ഏരിയകളിലെല്ലാം ഭൂതം ഇളകുന്ന വീടുകളിൽ പാസ്റ്ററിനെ കൊണ്ടുപോകും പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇവന് ഹോസ്പിറ്റലിൽ പോണതിൻ്റെ തലേ ദിവസവും പാസ്റ്റർ ഇതുപോലെ ഒരു വീട്ടിൽ, ഞങ്ങളുടെ വിശ്വാസിയുടെ വീട്ടിൽ തന്നെ ഭൂതം ഇളകി അങ്ങനെ കൊണ്ടുപോയി. അപ്പം ഏകദേശം ഡെലിവറി നടക്കുന്ന ആ രാത്രിയിൽ, അപ്പം അവിടെ ചെന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് നേരം വെളുത്ത് വന്നപ്പോൾ, അപ്പോഴത്തന്നെ എനിക്ക് ഡെലിവറിയുടെ സമയമൊക്കെ കഴിഞ്ഞു. ഒത്തിരി കോംപ്ലിക്കേഷൻ ശരീരത്തിലുണ്ടായി. പക്ഷെ പാസ്റ്ററിനെ വിളിച്ചില്ല.
അപ്പം സമയം കഴിഞ്ഞു, ഇവനെ ഡെലിവറി ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി. പെട്ടെന്ന് എന്നെ ഡെലിവറി നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞിനെ പുറത്ത് കൊടുത്തു. ഞാൻ ചിന്തിച്ച് എൻ്റെ മോൻ എൻ്റെ കുഞ്ഞ് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് പുറത്ത് പോയെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കിടന്നിട്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു ഇൻക്യുബേറ്റർ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. ഓക്സിജൻ പോലെ ഒരു 2 ഇത് വെച്ചിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഒരു അനക്കവും ഇല്ല, ഒരു ചലനവും ഇല്ല. ഞാൻ പുറത്ത് പോയിട്ട് കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ആ കുഞ്ഞാണത്. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. കാരണം കർത്താവിനോട് ഞാൻ ചോദിച്ച് ഒരു പുരുഷ സന്താനത്തെ വാങ്ങി, പക്ഷേ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടൊരു കുഞ്ഞായിട്ട്, ചലനമറ്റൊരു കുഞ്ഞായിട്ട് കണ്ടിട്ടാണ് ഞാൻ പുറത്തോട്ട് വരുന്നത്. പക്ഷേ ദൈവം അവന് ജീവൻ കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ബുദ്ധി കൊടുത്തു, ജ്ഞാനം കൊടുത്തു. ഞങ്ങളൊന്നും നിർബന്ധിച്ചിട്ടല്ല. പലപ്പോഴും പറയും ഞാൻ ദൈവവേല ചെയ്യൂല എന്ന് പറയുമ്പോഴും ഞാൻ പറയും കർത്താവേ ഞാൻ ഈ ബാലനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവൻ്റെ കുഞ്ഞിലേ തന്നെ ഇടപെട്ടു. പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ ദൈവം ഇതുവരെ അവനെ കൊണ്ടുവന്നു. ഇനിയും കർത്താവിൻ്റെ നാമം അവനിലൂടെ മഹത്വപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും കർത്താവ് അധികം ശക്തിയോടെ നടത്തും. കർത്താവിൻ്റെ ദാസ, ഇങ്ങനെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്വർഗീയ കൂടാരം. ഇറ്റ് വാസ് എ യുണീക്ക് നെയിം. അത് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര്. ഇവിടെ ശുശ്രൂഷിക്കാൻ, നമ്മുടെ ഇടയിൽ തന്നെ ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസന്മാർ പോലും സ്വർഗീയ കൂടാരം, ഈ പേര്, അതിനകത്ത് എന്തോ ഒരു അനോയിൻറ്റിങ് ഉണ്ടെന്ന് പലരും നമ്മുടെ ഇടയിൽ തന്നെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഈ പേരിലേക്ക് എത്താനൊരു റീസൺ എന്താണ്? അതൊരു വലിയൊരു ചരിത്രമാണ്. അത് ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അനാദികാലങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്വർഗീയ ദർശനമായിരുന്നു. അതായിരുന്നു ഞങ്ങളെ ഉള്ളിലേക്ക് ദൈവം ഇട്ടത്. എനിക്ക് തോന്നുന്നു 2000-ലാണ് ഈ മിനിസ്ട്രിയെ കർത്താവ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഈ പേര് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. 1999 ആ ടൈം, 98, 97 ആ ടൈമൊക്കെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ KP യോഹന്നാൻ അറിയുകയും എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് തനിക്കെന്തോ എന്നോടൊരു വലിയൊരു സ്നേഹം തോന്നി. അപ്പം അന്നത്തെ ആ സമയത്ത് എനിക്ക് തോന്നുന്ന 600-700 രൂപ പുള്ളിയുടെ സപ്പോർട്ട് കിട്ടി. അത് എനിക്കൊരു ലക്ഷങ്ങൾ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. കാരണം അന്ന് കിട്ടുന്നത് 5 രൂപയോ 7 രൂപയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാര്യവും നടക്കത്തില്ല. പക്ഷേ വിശ്വാസത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ മിനിസ്ട്രിയെ വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഡോക്ടർ KP യോഹന്നാൻ ഞങ്ങളെക്കുറിച്ച് അറിയുകയും ഞങ്ങളെ പുള്ളി വിളിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തത്. പക്ഷേ 1999 ഞാൻ ഉപവസിക്കുമ്പോൾ, ഞങ്ങൾ കുടുംബമായിട്ട് ഉപവസിക്കുമ്പോൾ, ആ സമയത്ത് ആൻറ്റി പ്രഗ്നൻ്റാണ്. ശക്തമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ ആ ടൈമുണ്ടായി. എന്ന് പറഞ്ഞാൽ ആരുടെയും സഹായം മേടിക്കാതെ, ആരുടെയും കൂടെ നിൽക്കാതെ, ഞങ്ങൾ തന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് ഇന്ത്യയുടെ ഉണർവിനും രാജ്യത്തിൻ്റെ സുവിശേഷീകരണത്തിനും നിൽക്കണമെന്നുള്ളൊരു ഭയങ്കര ഒരു പ്രഷർ, കർത്താവിങ്കിൽ നിന്നുള്ളൊരു പ്രഷർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അതൊരു ഭയങ്കര ഒരു ഇടപെടലായിരുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഈ എന്നിട്ട് ആ ടൈമിനകത്തൊരു 700 രൂപ ഒരു ഹെൽപ്പിംഗ് മണി പോലെ കർത്താവിൻ്റെ ദാസൻ KP യോഹന്നാൻ തരുമായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ, ആ ചർച്ചും ആ ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് ഇറങ്ങുന്ന ടൈമിനകത്ത് നമുക്ക് പെട്ടെന്ന് മാനുഷികമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നാളെ എന്താകും, നാളെ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യം. കാരണം കർത്താവിൻ്റെ ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ 5 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പോലും തികയാത്ത ഒരു ടൈം, പെട്ടെന്ന് ഈ ദൈവശബ്ദം, അത് എന്താണ് ഈ കറേജ് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല യൗവനത്തിൽ തന്നെ ഈ ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പം വിശ്വാസത്തിൻ്റെ ആ ഒരു രീതിയാണ് പഠിച്ചത്. അപ്പം അമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചത്, എന്ത് വേണമെങ്കിലും ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. ആ ഒരു സ്റ്റെപ്പിലൂടെയാണ് പ്രവർത്തനങ്ങളും ചെയ്തു തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഈ മണി മൈൻഡ്, ഈ സാമ്പത്തികത്തിൻ്റെ ആ ഒരു സംഭവം മനസ്സിനകത്ത് അന്നും കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കഷ്ടതയിലൂടെ പോകുമ്പോഴും ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അന്നും കാണാൻ പറ്റി. പലരുടെയും ഈവൻ ജാതികളിൽ നിന്ന് ദൈവത്തെ അറിയാത്തവരിൽ പോലും എൻ്റെ ആ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ KP യോഹന്നാൻ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ചെയ്തിട്ട് പുള്ളിക്കാരനോടൊപ്പം ഞങ്ങളെ അങ്ങ് ചേർത്തു. പക്ഷെ അത് ഞങ്ങൾക്ക് എന്തോ ഭയങ്കര സപ്പോർട്ടായിരുന്നു.
ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. പക്ഷെ അത് ദൈവം അധികം നാൾ അതിനകത്ത് തുടരാൻ അനുവദിച്ചില്ല, ഒരു കംഫർട്ട് സോണിനകത്ത് അതിനകത്ത് തുടരാൻ അനുവദിച്ചില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്നും നേരത്തെ ഫെയ്ത്ത് മോൻ പറഞ്ഞതുപോലെ ഉപവാസവും പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ഒരു ആയുധം. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായിട്ടും പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രേരിപ്പിക്കുമായിരുന്നു. ആരുടെയും സഹായമില്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം. അപ്പം നാളെ എന്താകുമെന്നുള്ളത് ഒരു ചോദ്യം അപ്പോൾ വന്നില്ല. കാരണം മക്കൾ രണ്ടാമത്തെ ആൾ പ്രഗ്നൻ്റ് ആണ്, ഇനിയിപ്പോൾ അതിൻ്റെ ഡെലിവറി, ഇനി ആ കുഞ്ഞിനെയും കൂടി വളർത്തിയെടുക്കണം എന്നുള്ള ചിന്തയൊന്നും ഞങ്ങളുടെ മനസ്സിനകത്തേ വരുന്നില്ല. ഞങ്ങളുടെ മൈൻഡിനകത്ത് ആ സമയത്ത് ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തറവാട്ടിൽ, നല്ല ഫാമിലിയിൽ, ഭക്ഷണമുള്ള, ഒന്നിനും കുറവില്ലാത്ത നല്ല ഫാമിലി ജനിച്ചതാണ്. പക്ഷേ ദൈവിക ദർശനത്തോടൊപ്പം ഒരുമിച്ച് ഞങ്ങൾ വന്നപ്പം വഴിയിൽ കിടക്കാനും ആൻറ്റിക്ക് മനസ്സായി. ആൻറ്റി വിറകൊന്നും വെച്ച് അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കി ഉള്ള ഒരു ഫാമിലിക്കകത്തുള്ള ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതിൽ നിന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രാരംഭ സമയത്ത് ഈ സാരി വെച്ചിട്ട് ഇങ്ങനെ ഷെഡ് പോലെ അടിച്ചൊക്കെയാണ് പ്രാരംഭം ആരംഭിച്ചത്. ചർച്ചിന്റെ ചുവര അതായിരുന്നു. വീട്ടിലെ അമ്മയുടെ സാരി എടുത്തുകൊണ്ട് വന്ന്, പഴയ സാരി എടുത്ത് മറച്ചതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചർച്ചിന്റെ ചുവര്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ അതിൻ്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിന് ആൻറ്റി വിറകും പിന്നെ ഈ പഴയ ചെരുപ്പും ഒക്കെ എടുത്തു വെച്ചൊക്കെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കിട്ടുന്ന സപ്പോർട്ട് തീരുമ്പോൾ നാളെ എവിടെ കിടക്കുമെന്നോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞങ്ങളുടെ മനസ്സിനകത്ത് വന്നിട്ടേ ഇല്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ സ്ഥാനത്തോ ഈ ഒരു ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലോ ഞങ്ങൾക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. ആ ചിന്തയെ വന്നിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, എവിടെ താമസിക്കും, ആരിനി സഹായിക്കും എന്നുള്ള ചിന്ത വന്നില്ല. അപ്പോൾ ആ ടൈമിൽ ലോകം അറിയപ്പെടുന്ന ശക്തനായ ഒരു ദേവദാസനാണ് പുനലൂരിലുള്ള ധർമ്മകൻ ദേവദാസൻ. അറിയപ്പെടാത്ത ആരുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളുടെ പേര് ദൈവം എഴുതി കാണിച്ചു. ശോഭൻ രാജ് ചുള്ളിമാനൂർ വരാനും ഉള്ള വഴി ദൈവം പറഞ്ഞു കൊടുത്തു. നെടുമങ്ങാട് വന്നിട്ട് ഓട്ടോറിക്ഷ ഇത്രയാകും, എന്നിട്ട് ആ ദേവദാസൻ്റെ അടുക്കൽ പോയി ഞാൻ പറയുന്ന കാര്യം ആ ദേവദാസനോട് പറയണം. ഈ സമയത്ത് ആൻറ്റിയും ദർശനം കാണുക, ദൈവം പണിയാൻ പോകുന്ന ബിൽഡിംഗ്, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ആ സമയത്ത് ദൈവം പേരുകൾ തരിക, ഓരോന്നും ഇന്ന പേരുകൾ ഇടണമെന്ന്. അപ്പോൾ ആ ദേവദാസൻ കൺഫർമേഷന് വേണ്ടി വരിക. മനസ്സിലായോ? ആ ദേവദാസനെ ദൈവം അയക്കുന്നത് ഞങ്ങൾ കണ്ട ദർശനത്തിൻ്റെ കൺഫർമേഷന് ദൈവം അയക്കുക. അപ്പോൾ ആ ദേവദാസൻ വന്നിട്ട് ചോദിക്കുകയാണ്, കുരങ്ങനെ പിടിച്ച് പാസ്റ്ററുടെ തലയിൽ വെച്ചാൽ എന്ത് ചെയ്യും? അതാണ് ദൂത്, തൻ്റെ പ്രവചനം. ഞാൻ പറഞ്ഞു തലമുടി പിച്ചിക്കൊണ്ട് പോവും, എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പിച്ചും. ഇത് തന്നെയാണ് പാസ്റ്ററുടെ കയ്യിരിക്കുന്ന പൊസിഷൻ. പാസ്റ്റർ എന്ന് ഈ പൊസിഷനും ഈ ആൾക്കാരുമായിട്ടുള്ള സ്ഥാനമാനങ്ങളും ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവം പറയുന്ന ശബ്ദത്തിന് ഇറങ്ങാവോ. അന്ന് മുതൽ പുള്ളി പ്രവചിക്കാൻ തുടങ്ങി. ചർച്ചിനടുത്ത് വരും, ചർച്ചിൻ്റെ ബിൽഡിംഗ് ഇത്ര നിലയാകും. അപ്പോൾ അതെല്ലാം ആൻറ്റി കാണുക. ആൻറ്റിയെ വെളിപ്പാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഇത്ര നല്ല ബിൽഡിംഗ്, ഒരു 7 നില ബിൽഡിംഗ് വരുന്നു, പിന്നെ 10,000-കണക്കിന് ആൾക്കാർ ആരാധിക്കുന്നു, പല സെക്ഷനുകളിലുള്ള അതെല്ലാം ദേവദാസൻ പറയുക. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഡൗട്ടില്ല. കാരണം പുള്ളി ഇങ്ങനെ അറിയപ്പെടുന്ന പ്രവാചകനെന്നോ പുള്ളിയെക്കുറിച്ച് നമുക്കൊരു അറിവില്ല. പുള്ളി ഇങ്ങനെ പിന്നെയാണ് ഞാൻ അറിയുന്നത് പുള്ളി ലോകം അറിയപ്പെടുന്ന, കേരളം കണ്ടതിൽ വെച്ച് ശക്തനായ ഒരു പ്രവാചകനായിരുന്നു എന്ന് ഞങ്ങൾ പിന്നെ അറിയുന്നത്. അപ്പോൾ അന്ന് ഈ പുള്ളിക്കാരൻ പോയ ശേഷം ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് പെട്ടെന്ന് എനിക്കൊരു പേര് തരിക, സ്വർഗീയ കൂടാരം. അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു. അപ്പം എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററെ വിളിച്ചു ചോദിച്ചു. പുള്ളിയും ഭയങ്കരമായിട്ടും ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ആ വചനം കർത്താവ് കാണിച്ചു തന്നു. അപ്പോൾ അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ പേടിപ്പെടുത്തി. ദൈവമേ, അതങ്ങനെ അല്ലല്ലോ, ഇത് ഇപ്പോഴും ഭൂമിയിൽ വെച്ച് സംഭവിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് കർത്താവ് എന്നെ ഭയങ്കരമായിട്ടും അങ്ങ് ബലപ്പെടുത്തി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഏകദേശം ഒരു 20 വർഷമൊക്കെ ആയി കാണും. ആ പേര് വന്ന് ആ പേര് കിട്ടി. ആ പേരിൽ നമ്മളിതിനെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 24 വർഷമായി. 24 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ഒരു വെളിപ്പാടായിരുന്നു മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അന്ന് ആരും ചിന്തിക്കാത്തൊരു തലത്തിൽ കർത്താവ് നമുക്ക് തുറന്നു തന്നൊരു ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടൽ തന്നെയായിരുന്നു. കാരണം അത് ഞങ്ങൾക്ക് അന്ന് കമ്മിറ്റി ഇല്ല, ഡീക്കൻ ഇല്ല, സെക്രട്ടറി ഇല്ല, ഇന്നുമില്ല. പ്രാർത്ഥിക്കും. നേരത്തെ മോൻ പറഞ്ഞ പോലെ ഹോളി സ്പിരിറ്റ് ആണ് ലീഡറും ഗൈഡിങ്ങും എല്ലാം.
ഇന്നും ഇനി എന്നും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് റിലീവ് ചെയ്തതാണ് ആ നെയിം. അപ്പോൾ അതിൻ്റെ ബേസിക്കിലാണ് പിന്നെ മുന്നോട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. ആ യാത്ര വർണ്ണിക്കാൻ പറ്റാത്ത യാത്രയാണ്. എനിക്ക് തോന്നുന്നു 28-ലധികം വീട് ആൻറ്റി കൗണ്ട് ചെയ്താണ്. കാരണം എന്നെക്കാളും ഓർമ്മയും അനുഭവങ്ങളും എപ്പോഴും വയ്ക്കാൻ പറ്റുന്നത് ആൻറ്റി തന്നെയാണ്. ശരിയായിരിക്കാം. 28-ലധികം വീട് ഞങ്ങൾ വാടകയ്ക്ക് ഈ പട്ടണത്തിൽ താമസിച്ചു. നമുക്കറിയാം ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് നിന്ന് 5 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ചുള്ളിമാനൂർ എന്ന സ്ഥലം. വിതുര, പാലോട്, പൊന്മുടി പോകുന്ന ഈ പ്രത്യേകിച്ച് ആ റോഡിൻ്റെ അടുത്താണ് ഈ ജംഗ്ഷൻ ചുള്ളിമാനൂർ. അപ്പോൾ ഈ ദേശത്ത് കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരൊരിക്കലും ഒരു പാസ്റ്റർക്ക് വീട് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെ 1 മാസവും 2 ആഴ്ചയൊക്കെ താമസിപ്പിച്ചിട്ട് ഞങ്ങളെ ഇറക്കി വിടുമായിരുന്നു. 28-ലധികം വീടുകൾ വാടകയ്ക്ക് താമസിച്ച് ചരിത്രങ്ങളാണ് പിന്നെ ഉള്ളത്. അതൊരു വലിയൊരു ഞങ്ങൾക്കത് ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ മോനോട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകരോടൊക്കെ പറയാൻ മണിക്കൂറുകൾ വേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ നടുന്നവനും നനയ്ക്കുന്നവനുമല്ല വളരുമാറാക്കിയ ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരമായിരുന്നു. ദൈവം വിശ്വസ്തൻ. എപ്പോഴും ആൻറ്റി എന്നോട് പറയാറുണ്ട് ദൈവം വിശ്വസ്തൻ. ആ വാക്യം തന്നെ ഫെയ്ത്ത് ഹോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അതെ, നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒക്കെ വാച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ചരിത്രം നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ മറ്റൊരാളോട് പറയാൻ ദൈവം ഒരു ചരിത്രത്തെ തുറക്കും. ദൈവം നിങ്ങൾക്കും വിശ്വസ്തനാണെന്ന്. കർത്താവിൻ്റെ ദാസി ദർശനത്തെ കണ്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത്രയും ബിൽഡിംഗ് ഉള്ള ഒരു ചർച്ച് വരുമെന്നും ആ പില്ലറുകൾ എഴുന്നേക്കുന്നതും ഞങ്ങളത് കേൾക്കാൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ കർത്താവിൻ്റെ ദാസിയിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതും ഞങ്ങൾ നേരത്തെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് 1999 ലാസ്റ്റ് ഞങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വിഷൻ കണ്ടു. ഒരു വലിയ ബിൽഡിംഗ്. അന്ന് ഞാൻ ഈ പില്ലറുള്ള കെട്ടിടം കണ്ടിട്ടേ ഇല്ല. അതുവരെ പില്ലറുള്ള കെട്ടിടം കണ്ടിട്ടില്ല. പക്ഷെ പില്ലറുകളുള്ള ഒരു ബിൽഡിംഗ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയുള്ള ഒരു ബിൽഡിംഗ് ഞാൻ കണ്ടു. അത് മാത്രമല്ല ചരിഞ്ഞ പ്രതലമാണ്, ചരിഞ്ഞ ഒരു പ്രദേശം. അങ്ങനെ വ്യക്തമായിട്ടൊരു ദർശനം ദൈവം എനിക്ക് തന്നു. ഈ ദർശനം കാണുന്ന ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാൻസും ഇല്ല. ഇതെന്താണെന്ന് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞ് ഈ കണ്ടത് എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ബിൽഡിംഗ് കണ്ടത് ഞാൻ വിദേശത്ത് പോയ സമയത്ത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. വിദേശത്ത് ദുബൈയിൽ പോയ സമയത്താണ് പില്ലർ കൊണ്ടുള്ള ഒരു കെട്ടിടം കാണുന്നത്. അതായത് ഒരു 10-15 വർഷം മുമ്പ്. ഈ ദർശനം കണ്ടിട്ട് 2019 ഞാൻ അങ്ങനെ ഒരു കെട്ടിടം കണ്ടിട്ടില്ല. അത്രയും വലിയൊരു ബിൽഡിങ്, അതിനകത്ത് ദൈവത്തെ ഉയർത്തുന്ന പല സെക്ഷനുകൾ, ഇതെല്ലാം ദൈവം എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ധർമ്മകൻ പാസ്റ്റർ വരികയും ഈ ഒരു ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിഷൻ, ഇത് മിനിസ്ട്രി ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ദൂത് തരികയും ചെയ്തത് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസി ഒരു നല്ലൊരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. നല്ലൊരു ഭവനത്തിനകത്തേക്കാണ് വളർന്നു വന്നത്. പെട്ടെന്ന് ഇങ്ങനൊരു ഷെഡിലേക്ക് വരിക, പെട്ടെന്ന് ഇങ്ങനെ സാരി വെച്ചൊക്കെ മറയ്ക്കുന്നൊരു ചർച്ച് കാണുക. അപ്പോൾ കണ്ടപ്പോൾ ഉള്ള ആ ഒരു അനുഭവം എന്തായിരുന്നു? ആ ഒരു ആദ്യത്തെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രി ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ആളായിരുന്നു. കാരണം ഞാൻ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ആഗ്രഹിച്ച സമയം മുതൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ PG വർഗീസ് അങ്കിൾ എഴുതിയ ഒരു പുസ്തകം, ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊന്നും കണ്ടിട്ട് കാണത്തില്ല. ഞാൻ അങ്ങനെ ഒരു പുസ്തകം, പിന്നെ ഇന്ത്യൻ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത്, ഇപ്പോഴെനിക്കതുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഒരു മാഗസിൻ, ഒരു ന്യൂസ് ബുള്ളറ്റിൻ പോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള വാർത്തകളും ന്യൂസുകളും വരുന്നത് ഞാൻ എപ്പോഴും വായിക്കുമായിരുന്നു. അത് ഞാൻ വരുത്തുമായിരുന്നു. അപ്പോൾ അത് വായിച്ച് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ സ്വപ്നം കണ്ട മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുഡൊന്നും ഇല്ലാതെ മലയോര പ്രദേശം, ഇതാണല്ലോ ഞാൻ വായിക്കുന്നത്. മലയോര പ്രദേശങ്ങൾ പോകുന്നു, പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൊരു വിഷനോടുകൂടെ ഈ ഇടയ്ക്കും പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു സമർപ്പണം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഷെഡ്,
അതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല, ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതൊന്നും എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിട്ടോ അതിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം. ഞാൻ എന്തു പറയണം, ഈ മണ്ണ് വെച്ച് കളിക്കും പോലെയാണ് ഞങ്ങൾ ആ ഷെഡിന് ചെവര് വെച്ചത് ഞാനാണ്. ഇങ്ങനെ മണ്ണ് ചുരണ്ടിയിടും, വെള്ളം കൊണ്ട് കുഴയ്ക്കും, എന്നിട്ട് അതിന് ചെവരുണ്ടാക്കും. അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത സമയങ്ങളാണ് എൻ്റെ ലൈഫിൽ. അതൊന്നും ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. വളരെ സന്തോഷത്തോടെയാണ് അതെല്ലാം ഞാൻ ആസ്വദിക്കുകയാണ് ചെയ്തത്. ചിലർക്ക് ഈ കഷ്ടത എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേദനയുടെ, നമുക്ക് വേദന തന്നെയായിരുന്നു, പക്ഷെ ആൻറ്റി പറഞ്ഞ പോലെ അത് നമുക്കൊരു സന്തോഷമായിരുന്നു. ഈ എബ്രായ ലേഖനത്തിൽ പറയും പോലെ ക്രൂശിനെ സഹിച്ചു, കർത്താവ് ക്രൂശിനെ സഹിച്ചു. എന്തുകൊണ്ടാണ് സഹിച്ചേ? പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് മുന്നമേ കണ്ടു. ഇന്ന ബ്ലെസ്സിങ് ആണ് ക്രിസ്തുവിന് വരാൻ പോകുന്നതെന്ന് കണ്ടതിന് ശേഷം കണ്ടിട്ടാ കർത്താവ് ആ ക്രൂശ് സഹിച്ചത്. അപ്പോൾ നമുക്കൊരു ദർശനം ദൈവം തന്നിരുന്നു. ആ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്ക് പോകാനുള്ള ഒരു ബെത്തപ്പാടാണിതെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്കതൊരു വേദനയായിട്ട് തോന്നിയില്ല. പക്ഷേ വേദനകൾ തന്നെയായിരുന്നു, കഷ്ടത തന്നെയായിരുന്നു, ഞെരുക്കങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അവിടെ എല്ലാം വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ടും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഞങ്ങളുടെ മേലിട്ടിരിക്കുന്നത് കൊണ്ടും ഞങ്ങളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും ഞങ്ങളുടെ ആത്മീയ മക്കളിലും ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ദൈവം കണക്ട് ചെയ്യുന്ന എല്ലാവരുടെ മേലും ദൈവം ഇട്ടുന്നത് കൊണ്ടും ഒരു തിരമാലയ്ക്കും ഒരു കഷ്ടതയ്ക്കും ഒരു പ്രതികൂലങ്ങൾക്കും ഞങ്ങളെ തളർത്താൻ കഴിഞ്ഞ നാളുകളിലും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ആൻറ്റി പറഞ്ഞ ഒരു കാര്യത്തിനകത്തൊരു ഭയങ്കര ഒരു കൃപയാണത്, ദൈവകൃപ. അതെ അതെ, ഉറപ്പായിട്ടും ദൈവകൃപയാണ്. ഈ ഒരു കർത്താവിൻ്റെ ദാസൻ ഞാൻ പറഞ്ഞത് കേട്ടത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ മൗണ്ട് എവറസ്റ്റ് പോലുള്ള ഉയർച്ചകളിൽ ദൈവം നമ്മെ കൊണ്ടുപോകും, പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് മൂമെൻറ്റിൽ ചിലപ്പോൾ മറിയാന ട്രെഞ്ചിൻ്റെ അത്രയും താഴെയുള്ള ഒരു താഴ്ചയിലേക്ക് ദൈവം നമ്മളെ ഇറക്കും. അത് അടുത്തൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് ഞാനിങ്ങനെ ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ ലൈഫിനകത്തും ഇതുപോലെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും പെട്ടെന്ന് എവിടെയോ നമ്മളെ ഡൗൺ ആക്കുന്ന ചില സബ്ജക്റ്റുകളും നമ്മുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ പലപ്പോഴും ഇപ്പോഴും ആണെങ്കിലും ഞാനതിൻ്റെ പാഠമായിട്ട് കാണുള്ളൂ. ഈ ജീവിതത്തിൽ എപ്പോഴും ഈ ഉയർച്ചയും താഴ്ചയും ഒക്കെ വരുന്ന സമയത്ത് അതെൻ്റെ ഒരു 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 എന്തുവാണ് ഒരു പാഠമായിട്ടൊരു ലെസണായിട്ട് ഞാനത് കാണും. അതെല്ലാം എൻ്റെ ലൈഫിനെ ഒന്നുകൂടെ പണിയാൻ ദൈവത്തിന് എന്തൊക്കെയോ ആ സമയത്ത് സംസാരിക്കാൻ ഉണ്ടെന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. ഒരിക്കലും ദൈവമേ ഞാൻ ഇത്രയും നിലയിലായിട്ട് ഇങ്ങനെ താണുപോയല്ലോ എന്നുള്ള ഒരു വിഷമം ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊരു തുറന്ന ഒരു സത്യമാണ് ഞാൻ എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയുന്ന ഈ സമയത്ത്. ഞാൻ ഈ സമയത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. പലരും ഈ കഷ്ടതയുടെ അല്ലെങ്കിൽ ശോധനകളുടെ നിന്ദകളുടെ സമയത്ത് ദൈവം വിളിച്ച വിളിയിൽ നിന്ന് പിന്മാറിപ്പോകുന്ന പലരും മടുത്തു പോകുന്ന സ്റ്റേജുകളുണ്ട്. ഞങ്ങളെ എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്, ഒരിക്കലും അത് അരുത്. കാരണം നമ്മെ വിളിച്ചത് ദൈവമാണ്, നമ്മുടെ യജമാനൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, മനുഷ്യരുടെ പ്രശംസയേക്കാൾ അപ്പുറം ക്രിസ്തുവിനെയാണ് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പോർക്കളത്തിൽ പൗലോസ് പറയുന്ന പോലെ നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കാനിടയായിത്തീരും. അപ്പോൾ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയിൽ ഏറ്റവും ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി ഓർക്കുന്നൊരു കാര്യം, എന്നെ സംബന്ധിച്ചുള്ള കുഞ്ഞുങ്ങളൊക്കെ ദൈവകൃപയാൽ വളർന്നു കയറുന്നു. ഫെയ്ത്ത് മോൻ ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് ഒത്തിരി സപ്പോർട്ടാണ്. ഞങ്ങളിൽ നിന്നാരും അല്ലെങ്കിൽ ഞാൻ വിദേശ രാജ്യങ്ങളിൽ അധികമൊന്നും അങ്ങനെ പോയി ഒരു ഫണ്ട് റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് ഇന്ത്യക്കകത്തുനിന്ന് പോലും സത്യത്തിൽ അങ്ങനെ ഒരു സോഴ്സ് ഇല്ല. എങ്കിൽ പോലും ദൈവം എല്ലാം ഉള്ളവരെ പോലെ പൗലോസ് പറയുന്ന പോലെ ഇത്രത്തോളം ദൈവം കൊണ്ടെത്തിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇൻ്റർവ്യൂവിൽ ഞങ്ങളത് തുറന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാര്യം, ഒരു റെസിപ്റ്റ് പോലും ഞങ്ങൾ സ്ഥലം മേടിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും ഈ ബിൽഡിംഗ് പണിയുന്ന കാര്യത്തിനകത്താണെങ്കിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതിന് പകരം ചെയ്തതെല്ലാം ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് സഭയ്ക്ക് ഉള്ള ആയുധം. എന്ത് കാര്യത്തിനകത്തും പ്രാർത്ഥനയും ഉപവാസമാണ് ജനത്തിന് ഞാൻ കൊടുക്കാറുള്ളത്. കർത്താവിന്റെ ദാസൻ അതുപോലെ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ബിൽഡിങ്ങിലേക്ക് എത്തുന്നത് തന്നെ ഒരു വലിയ ടെസ്റ്റ് പണിയാണ്. ഭയങ്കരം ഈ വസ്തു മേടിക്കുന്നതും അത് ഭയങ്കര ഒരു ടെസ്റ്റ് പണിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളോട് ഷെയർ ചെയ്താട്ടെ.
പല പ്രാവശ്യം നമ്മൾ പല മീഡിയയിലൂടെയും പല ടെസ്റ്റ് മണിയിലൂടെയും ഒക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ അത് പ്രത്യേകിച്ച് ഈ 14-ാമത്തെ വർഷത്തിലേക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അത് പറയുന്നത് ഒത്തിരി ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. ഞങ്ങൾക്കറിയാം, നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫണ്ടുമില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാനും ആൻറ്റിയും കൂടെ ഈ ദേശത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ, ഈ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് സ്വർഗീയ കൂടാരത്തിൻ്റെ ഹാളിനകത്താണ്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലത്തൂടെ പോകുമ്പം കർത്താവ് ഞങ്ങളോട് ഈ സ്ഥലത്തിറങ്ങി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ റോഡൊന്നും അല്ലായിരുന്നു, ചെറിയ റോഡ്, ഒരു ബൈക്കൊക്കെ പോകുന്ന നിലയിലുള്ളൊരു റോഡായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ബൈക്കാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും ആൻറ്റിയും എപ്പോഴും ഈ വീടുകൾ വിസിറ്റ് ചെയ്യും, എല്ലാ വീടുകളും വിസിറ്റ് ചെയ്യും. അങ്ങനെ യേശുവിൻ്റെ സ്നേഹം പറയുന്ന ഒരു അങ്ങനത്തെ ഒരു മിനിസ്ട്രി ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് പല വീടുകളും വിസിറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഈ സ്ഥലം കർത്താവ് കാണിച്ചു തന്നു. അന്ന് ഞങ്ങൾക്ക് വാടക വീട്ടിലാണ് ആരാധിക്കാനായിട്ട് പല സ്ഥലങ്ങൾ ഇങ്ങനെ വാടകയ്ക്ക് എടുത്തുള്ള ടൈമിലാണ് ദൈവം ഞങ്ങളെ ഇതുവഴി വിടുന്ന സമയത്ത് ഈ സ്ഥലത്ത് കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങളുടെ കയ്യിൽ സത്യത്തിൽ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല, ഉള്ള കാര്യമാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തരുന്ന അന്നത്തെ 5-10 രൂപയ്ക്ക്, അന്നത്തെ സ്തോത്ര കാഴ്ച അങ്ങനെയാണ്, 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറി മറിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന 50 രൂപയ്ക്കാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. 50 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഞങ്ങളന്ന് ചിലപ്പോൾ കഴിക്കുന്നതിൽ കൂടുതൽ എന്തെങ്കിലും അന്ന് ടേസ്റ്റോടെ കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ അന്നത്തെ പോക്ക്. ആ സമയത്താണ് ഈ സ്ഥലത്തെ ദൈവം കൊണ്ട് നിർത്തുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ സ്ഥലത്ത് ദൈവം കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു ഈ സ്ഥലം ആരുടെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു മുസ്ലിം സഹോദരനെയാണ്, സലാഹുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലമാണെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ചിന്തിച്ചോണം, ഞങ്ങളുടെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാൻ ക്യാഷില്ല, ടോക്കൺ അഡ്വാൻസ് കൊടുക്കാൻ കുറഞ്ഞതൊരു 1000 രൂപയെങ്കിലും കൊടുക്കണ്ടേ, 100 രൂപ അതില്ല. പക്ഷെ ബൈ ഫെയ്ത്ത്, വിശ്വാസത്തോടെ ഞങ്ങൾ ആ വീട്ടിൽ കയറി ചിരിച്ച മുഖത്തോടെ കയറി ചെല്ലും. അതൊരു മുസ്ലിം സഹോദരനാണ്. അപ്പം അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ചൊരു എന്തായിരിക്കും പുള്ളിയുടെ ചിന്ത, നമുക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ പുള്ളിയുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ പറഞ്ഞു ഈ സ്ഥലം ഞങ്ങൾ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, ഇവിടെ ഒരു ആലയം വയ്ക്കണം, ആൾക്കാരെ നന്നാക്കി എടുക്കാനെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. പുള്ളി ഭയങ്കര സന്തോഷമായി, ഞങ്ങൾ ചിന്തിച്ചതിനേക്കാൾ ഭയങ്കര സന്തോഷമായി. എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്രതികരണം. അന്ന് പുള്ളി വാക്കുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നു, വാക്കുകൾ കൊണ്ട് തന്നു. ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു ഭയങ്കര ഇതാണ്. കാരണം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് ഞങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷെഡ് വെച്ച് കെട്ടാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഒരു പെന്തിക്കോസുകാരനും ഒരു ബന്ധങ്ങൾ പോലും അങ്ങനെ ചെയ്യുകയില്ല. ഡോക്യുമെൻറ്റേഷൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഷെഡ് വെച്ച് കെട്ടാനും അവിടെ ആൾക്കാരെ കയറി താമസിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. അത് ദൈവത്തിനൊരു ഇടപെടലല്ലേ? കർത്താവിൻ്റെ വാഗ്ദത്വം ഈ സ്ഥലത്തുള്ളത് കൊണ്ടല്ലേ, ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ ആ മനുഷ്യൻ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇവിടെ ഇലക്ട്രിസിറ്റി കറണ്ട് എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ട് ഇവിടെ ഒരു ഷെഡ് കിട്ടി ആരാധന തുടങ്ങിയപ്പോഴാണ് ഇവിടെ ശത്രുക്കളാക്കി തുടങ്ങി. കാരണം ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോഴും അതാണ്, അവരുടെ ഇടയിലാണ് ഈ ഇങ്ങനൊരു കൂടാരം. അത് ആൾക്കാർ ഞങ്ങൾക്ക് എഗനസ്റ്റായി, പിന്നെ പ്രശ്നങ്ങളായി. പിന്നെ ഉള്ള കേസുകളൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, ദൈവകൃപയല്ല. കാരണം അഡ്വക്കേറ്റ്സ് വരേണ്ട മേഖലകളിൽ എല്ലാവരും പറയും അഡ്വക്കേറ്റിനെ കൊണ്ടുപോകും. പക്ഷെ ഞങ്ങളുടെ അഡ്വക്കേറ്റ് പരിശുദ്ധാത്മാവായിരുന്നു. അതെല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, കളക്ട്രേറ്റിൽ, DYSP ഓഫീസിൽ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവിടുത്തെ സുവിശേഷ വിരോധികളായിട്ടുള്ള എൻ്റെ സ്നേഹിതരെന്ന് തന്നെ ഞാൻ പറയും, എപ്പോഴും പറയും. അവരെ പോലീസിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറഞ്ഞത് എല്ലാം എൻ്റെ സ്നേഹിതരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അവർ കൊടുത്തു. ആ കേസിനകത്ത് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. പക്ഷെ എല്ലാ കേസിലും ജയത്തോടെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി വരും, ഒരു അഡ്വക്കേറ്റും ഇല്ലാതെ. അത് ഭയങ്കര ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായിരുന്നു, ഒരു സീസണായിരുന്നു. പക്ഷെ ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി കേട്ടോ. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒത്തിരി ഭാരപ്പെട്ടു. പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടത്. ഈ വസ്തു രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിലും ഞങ്ങളുടെ കയ്യിൽ അന്ന് എടുത്തുകൊണ്ട് പോകാൻ ക്യാഷ് ഉണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് എന്തോ ആൾക്കാരൊക്കെ ഇങ്ങനെ സംഭാവനയായിട്ട് തന്നു, കുറച്ച് ക്യാഷ്. ഇതിന് രജിസ്ട്രേഷൻ ഏകദേശം 80,000 രൂപയാണ് സെൻറ്റിന്, അല്ലേ? മൊത്തം 20 ലക്ഷം വേണം നമുക്ക്. ആ 20 ലക്ഷം ചിന്തിച്ച് അന്ന് എത്ര വർഷമായി? 14 വർഷം.
14 വർഷത്തിന് മുൻപ് 20 ലക്ഷം രൂപ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറൊരു ഫണ്ടില്ല. ചർച്ചിൽ അകത്ത് വരുന്നവരെല്ലാം കൂലിവേലക്കാരാണ്, റബ്ബർ വെട്ടുകാരും അതുപോലെ സാധാരണ ആൾക്കാർ. അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ മാക്സിമം പിടിയിട്ടുന്നുണ്ടോ. ഇനി വിദേശത്ത് ഞങ്ങൾക്ക് അങ്ങനെ പോയി അങ്ങനെ അവിടെ ഞങ്ങൾക്ക് കോൺടാക്ട്സ് ഇല്ല. ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്ത്, ഈ ഒരു ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോവുക, രജിസ്ട്രേഷന് വേണ്ടി ഇറങ്ങിപ്പോവാണ്, രജിസ്ട്രേഷൻ ഓഫീസിലേക്ക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കാണുന്നത്. കാരണം ഈ വസ്തു രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു ശ്രുതി ഈ ദേശത്തെല്ലായിടത്തും പരന്നു. ഇവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലേക്ക് പരന്നു. നമ്മളിത് രജിസ്ട്രേഷൻ ചെയ്ത് മാറിപ്പോകുമ്പോൾ, രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയാതെ മാറിപ്പോകുമ്പോൾ ഇത് അവർക്ക് മേടിക്കാനായിട്ട് അവർ അവിടെ വന്ന് നിൽക്കുക, രജിസ്ട്രേഷൻ സ്ഥലത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഇത് അവർക്ക് മേടിക്കാമല്ലോ, കാരണം നമുക്കിത് മേടിക്കാൻ പറ്റത്തില്ലെന്ന് ഈ ദേശം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അന്ന് രജിസ്ട്രേഷൻ ഡേറ്റ് ആ സമയത്ത് നമുക്കിത് മേടിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് അവർ മേടിക്കാൻ നിൽക്കുക. പക്ഷെ ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം ഇത് 12:30 മണിക്ക് ഇത് എഴുതി പതിക്കുന്ന സമയമുണ്ട്. ആ ടൈമിൽ ഞങ്ങൾ ഇത്രയും ക്യാഷ് കൊടുക്കണം. അതാണ് ആ ടൈം. ഫുൾ ക്യാഷ് ആയില്ല. ആ ടൈമിൽ ഞാനും ഉണ്ട്, ആൻറ്റിയും ഉണ്ട്. അന്നും ഇന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്നൊരു അഭിഷിക്തനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷാജി കൊർന്നല്യൂസ് എന്നാണ്. അദ്ദേഹം നമ്മുടെ വർക്കല ബ്രാഞ്ച് ചർച്ചിൻ്റെ ശുശ്രൂഷകനാണ്. അപ്പോൾ ആ മനുഷ്യനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, ക്യാഷിനായിട്ട് ഓടുന്നതും ബന്ധപ്പെടുന്നതും എല്ലാം പുള്ളി കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പുറകിൽ മറ്റുള്ളവരിത് മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ദൈവം ഇറങ്ങി വന്ന് ചെയ്ത ഒരു ടൈമാണ്. അതാണ് സ്വർഗീയ കൂടാരത്തിൻ്റെ സാക്ഷ്യം. സ്വർഗീയ കൂടാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം ഇറങ്ങി ചെയ്യുന്ന കാര്യമാണ്. ഒരു 12:30 മണിക്ക് ഇത് എഴുതി പതിയണം. അപ്പോൾ ആ ടൈം വരെയുള്ള ടൈമാണ്. അപ്പോൾ ഞങ്ങളുടെ പേരിലേക്ക് ഇതിങ്ങനെ എഴുതി പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പൈസ കൊടുക്കാനുള്ള ടൈം ആയി വരികയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു കോൾ എനിക്ക് വരിക അബുദാബിയിൽ നിന്ന്. അപ്പോൾ അങ്കിൾ എന്നെ വിളിക്കാറുണ്ട്. ആൻറ്റി ഒത്തിരി സ്നേഹിക്കുന്നൊരു ആൻറ്റിയാണ്, ഞങ്ങളെ ഫാമിലിയായിട്ട് ഒത്തിരി ഇന്നും ഒരുപാട് സ്നേഹിക്കുകയും അവരുടെ ഒരു മക്കളാണ് ഞങ്ങൾ സത്യത്തിൽ. അപ്പോൾ ആൻറ്റിയും അങ്കിളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പനും അമ്മയാണ്. അങ്ങനെ ഒരു സ്നേഹബന്ധത്തിലാണ് അന്നും ഇന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പ്രാർത്ഥിക്കും. അന്നത്തെ വിളിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിളിച്ച്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ശബ്ദമൊക്കെ വല്ലാതെ ഇങ്ങനെ ഇടറി വിഷമിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ സന്തോഷമില്ലാതെയൊക്കെ ശബ്ദം ഇങ്ങനെ ഇടറിയൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇതൊന്നും പറയുന്നില്ല, ആരോടും സത്യത്തിൽ ഞങ്ങളുടെ അവസ്ഥകളൊന്നും പറയാറില്ല. അപ്പം അതുകൊണ്ട് അന്നും പറഞ്ഞില്ല. ആ മൂമെന്റിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, അതാണ് ലഭിക്കുമെന്നുള്ളത്. ഈ കഴിഞ്ഞ മണിക്കൂർ വരെ പല അത്ഭുതങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ആ കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങളാണെന്നാലും ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര അത്ഭുതങ്ങളാണ്. ആ ദൈവത്തിന് എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും എന്ന് ഈ അങ്കിളിനെ കുറിച്ചൊരു ഓർമ്മ ഞങ്ങൾക്കില്ല, മറ്റൊരു മനുഷ്യരെയും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. സത്യമാണ്. ദൈവത്തിൽ ഒത്തിരി പ്രത്യാശ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അന്ന് ഞങ്ങളുടെ ഈ സ്ഥലത്തൊരു ചെറിയ ഷെഡാണ്. ഞങ്ങൾ ഇറങ്ങി പോകുന്ന ആ വീടൊക്കെ ഞങ്ങളുടെ ചെറിയ വീടാണ്. ആ വീട്ടിൽ നിന്ന് 2 പേരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുമ്പം കർത്താവിനെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾക്ക് കാണാനില്ല. അതുപോലെ കണ്ടിട്ടാണ് ഇറങ്ങി പോയേ. അവിടെ ഞങ്ങൾ ശക്തമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഇതൊരു അത്ഭുതമാക്കി മാറ്റണേ എന്ന്. ആ സമയത്താണ് അങ്കിള് വിളിക്കുന്നത്. അങ്കിള് വിളിച്ചിട്ട് ഞങ്ങളുടെ ശബ്ദമൊക്കെ ഞാൻ ഇരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ച് എന്താണ് പ്രശ്നമെന്ന് വീണ്ടും വീണ്ടും പുള്ളി ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചർച്ചിൻ്റെ സ്ഥലം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്, കുറച്ച് പൈസയുടെ കുറവേ ഉണ്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു എത്ര കുറവാണ്. അപ്പോൾ ഞാൻ ഉള്ള സത്യം പറഞ്ഞു. അപ്പോൾ അങ്കിൾ എന്നോട് ചോദിക്കുകയാണ്, ഇച്ചിരി പൈസ കൂടുതൽ പാസ്റ്ററുടെ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ, എനിക്കാരെങ്കിലും തരാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ പൈസയുടെ വല്ല ഡിപ്പോസിറ്റ് ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്കിളെ ഒരു കുഴപ്പമില്ല, അതിനകത്ത് ഒത്തിരി പൈസ വന്നാലും ഒരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ SBI അന്നത്തെ SBT അപ്പോൾ തൊട്ടടുത്താണ്, ആ ബാങ്കിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. മാനേജറുടെ അടുക്ക് ചെന്നിരിക്കാൻ പറഞ്ഞു. മാനേജറുമായിട്ട് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അല്പം കഴിഞ്ഞപ്പം പെട്ടെന്ന് മാനേജർ പറഞ്ഞു, അക്കൗണ്ടിൽ 5 ലക്ഷം ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന്. അത് ഞങ്ങളുടെ ലൈഫിലുണ്ടല്ലോ ആദ്യമായിട്ടാണ് 5 ലക്ഷം ട്രാൻസ്ഫർ ആകുന്നതും ഞങ്ങൾ കാണുന്നതും. അങ്ങനെ ഒരു ഡീലിങ്ങിലേക്ക് പോകുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു.
ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു ഗൂസ് ബംസ് ആണ്. ഭയങ്കര ഒരു ദൈവത്തിൻ്റെ കരുതല്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അന്ന് കത്തോലിക്കക്കാരും CSIക്കാരും ആ സമയത്ത് ഞങ്ങളുടെ അടുക്കൽ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവർ ഞങ്ങളെ വിളിക്കുക, ഇങ്ങോട്ട് വിളിക്കുക, പാർഷ ഇപ്പോൾ എവിടാ, ആൻറ്റി ഇപ്പോൾ എവിടാ. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചർച്ചിൻ്റെ സ്ഥലം മേടിക്കാനായിട്ട് നിൽക്കുക, ഞങ്ങളുടെ മോൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ടിരിക്കുന്ന ക്യാഷ് ബാങ്കിലുണ്ട്, എടുത്തുകൊണ്ട് വരട്ടെ. അവരെടുത്തുകൊണ്ട് വരുക. അവരെ മക്കളുടെ കാതിലും അവരുടെ കഴുത്തിലും കിടക്കുന്ന ഓർണമെൻറ്റ്സ് അവർ കൊണ്ടുപോയി പണയം വെച്ച് അത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കുക. കറക്റ്റ് രജിസ്ട്രേഷൻ നടക്കേണ്ട 12:30 മണിയാകുമ്പം ആ 20 ലക്ഷം രൂപയും ദൈവം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിച്ചു. സാധു കൊച്ചുഞ്ഞുപദേശിയുടെയും നമ്മുടെ വീട്ടിൽ ഇന്ന് നിത്യത്തിലായിരിക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ, അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറും കാണാറുമുണ്ട്. പക്ഷെ ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷികളായിട്ടിരുന്നു കൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രിയിലും ഞങ്ങളെ ദൈവമക്കളോട്, പ്രേക്ഷകരോട് പറയുകയാണ്, യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഒരിക്കൽ കൂടെ അത് വിളിച്ചു പറയുകയാണ്. അതൊരു ഭയങ്കര ഒരു സാക്ഷ്യമാണ്. അത് ദൈവത്തിന്റെ കൈ അല്ലാതെ മറ്റൊരു കൈയല്ല. അതെ, ദൈവത്തിന്റെ കരുതലുകൾ എത്ര ഭയങ്കരമാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ജീവിതത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചില അപ്സ് ആൻഡ് ഡൗൺസുകളൊക്കെ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട്, എല്ലാവരുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്ത ചില വേദനയുടെ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ പണിയാനായി കടത്തി വിട്ടിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ബ്ലെസ്സിങ്. അതൊത്തിരി ഉണ്ട്. ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് കർത്താവ് മിനിസ്ട്രിയെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ടീച്ചറും എൻ്റെ ഗൈഡൻസും എല്ലാം പരിശുദ്ധാത്മാവ് തന്നെയാണ്. പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഈ സാമ്പത്തികമായ ഒരു വിഷയം തന്നെയാണ്. കാരണം സാമ്പത്തികമായ വിഷയത്തിനകത്ത് ഞങ്ങളൊരു പ്രത്യേകിച്ചൊരു ഫണ്ട് റൈസിങ്ങിനായിട്ട് ഒരു ടീം രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു വിദേശയാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രമീകരണങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ഒരു ജനറേഷൻ ഇപ്പോൾ ദൈവകൃപയാൽ ചർച്ചിൽ എഴുന്നേൽക്കുന്നുണ്ട്. അവരിലൂടെ ഒരു മാറ്റം ഉണ്ടാകയാൽ ഞാൻ വളരെ സന്തോഷമാണ്. ഇല്ലെങ്കിലും ഇതേ കരുതലുകൾ അവരുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷേ സാമ്പത്തിക മേഖലകളിലാണ് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്ക് ചിലയിടത്ത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ചിലത് കടം മേടിക്കാറുണ്ടായിരുന്നു. അത് നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നായിരുന്നു. അത് നമുക്ക് ഒത്തിരി വേദന വരുത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന്, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് ഈ സ്ഥലം ഇടപാടിന് നമുക്ക് കുറവ് വന്നപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അവരവരുടെ ഓർണമെൻറ്റ്സ് നമുക്ക് തന്നെങ്കിലും അതവർക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയമായപ്പം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കേണ്ടി വന്നു. അതും കർണാടക ബാങ്കിൻ്റെ അവരുമായിട്ടാണ് നമ്മളെ കണക്ഷൻ. അങ്ങനെ ആ സമയത്ത് നമുക്ക് ലോൺ എടുക്കേണ്ടി വന്നു. ഈ ലോൺ എടുക്കേണ്ടി വന്നത് ഈ ബിൽഡിങ്ങിൻ്റെ പണിക്കും അതുപോലെ നമ്മുടെ ഈ കടങ്ങൾ മാറ്റിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലോണിലേക്ക് പോയി. സാമ്പത്തിക വിഷയം നമ്മളൊരു അപ്പോൾ അതും ഒരു ബാധ്യതയായി. ബാങ്കിൽ ലോണായി, പിന്നെ വ്യക്തികൾക്ക് കൊടുക്കാനായിട്ടുള്ളതൊരു ബാധ്യതയായി. അപ്പോൾ ഈ സാമ്പത്തിക മണ്ഡലങ്ങൾക്കകത്ത് പിന്നത്തേൽ നമുക്ക് അങ്ങോട്ട് സ്ട്രഗ്ലിംഗ് ആയി. മനസ്സിലായോ? ആ ഒരു നിലകളിൽ നമുക്ക് ഒരുപാട് വേദനകൾ കടന്നു വന്നു, ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നു. ആ സന്ദർഭത്തിലാണ് അതിനു മുൻപ് എനിക്ക് തോന്നുന്നു കൊറോണ കേരളത്തിൽ വരുന്ന ടൈം എപ്പോഴായിരുന്നു? 2020, 2019 ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആദ്യത്തെ വേവ്, ഈ കൊറോണയുടെ ആദ്യത്തെ വേവ്, ആ ടൈമിൽ ഞാൻ വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് ദുബൈയിൽ, യൂറോപ്യൻ കൺട്രിയിലൊന്നും ഇതുവരെയും പോയിട്ടില്ല. കർത്താവ് വാഗ്ദത്തമുണ്ട്, കർത്താവ് അയക്കും. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോഴും ഈ ദുബായ്, സൗദിയ, മസ്കറ്റ്, കുവൈറ്റ്, ഖത്തർ, അങ്ങനെ GCC കൺട്രി അങ്ങനെ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ദുബൈയിലായിരുന്നപ്പോഴാണ് ആദ്യത്തെ ഈ കോവിഡ് വ്യാപരിക്കുന്ന സമയം. ഫ്ലൈറ്റ് സ്റ്റോപ്പാകുന്നു, പിന്നെന്താണ് ലോക്ക്ഡൗൺ വരുന്നു. അപ്പോൾ ഞാനും അവിടെ ഒരു റൂമിൽ അടച്ചുപൂട്ടി അങ്ങനെ ആയിപ്പോയി. അതൊരു വലിയൊരു സാക്ഷ്യമാണ്. അത് ഒത്തിരി പ്രാവശ്യം മീഡിയയിലൂടെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ സ്ട്രക്കായി. ഇവിടെ ആൻറ്റിയും കുഞ്ഞുങ്ങളും സഭയൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു. ആ ഒരു അതും ഒരു ഭയങ്കര എൻകൗണ്ടറായിരുന്നു. ആൻറ്റി ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് ദൈവശബ്ദം കേട്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു,
ഇത്രയും നാള് പ്രസംഗിച്ച വചനം ഹൃദയത്തിനകത്തുണ്ട്. ആ വചനം എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ആ വചനം പറഞ്ഞു തന്ന് ചില മിനിറ്റുകൾക്കകത്ത് എൻ്റെ ബോഡിയിൽ ആ ഹീലിംഗ് അനുഭവിക്കാൻ പറ്റി. പിന്നെ ആദ്യത്തെ കേരളത്തിലേക്കുള്ള ചാർട്ടഡ് ഫ്ലൈറ്റിൽ എൻ്റെ പേരും കൂടെ ദൈവം അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. ആ ഒരു ടൈമിൽ കർത്താവിൻ്റെ ദാസന്റെ ടെസ്റ്റിമണിയിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കേരളത്തിൽ തന്നെ പല ദൈവദാസന്മാരും ഗ്രൂപ്പുകളിലും വരാൻ തുടങ്ങി. കർത്താവിൻ്റെ ദാസൻ മരിച്ചു. ആ ടൈമിൽ ഒത്തിരി മെസ്സേജുകൾ അങ്ങനെ പോയി, ഞാൻ മരിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ അത് ആ ടൈം ഒരു വല്ലാത്തൊരു സമയമായിരുന്നു. അതൊക്കെ ഞാൻ തന്നെ കാണുക വാട്സപ്പിൽ, എൻ്റെ പേര് ഞാൻ ഇന്നടുത്ത് മരിക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ അപ്പോൾ അതൊരു വല്ലാത്തൊരു ടൈമായിരുന്നു. അതൊന്നും മറക്കാൻ പറ്റില്ല. ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച ഒരു ടൈം, അത് മറക്കാൻ പറ്റില്ല. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസിലേക്ക് പോയി. ഞങ്ങൾക്ക് ഉള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കൾ തരുന്ന നന്മകൾ തന്നെയാണ്. അതെടുത്ത് ഇങ്ങനെ സ്വരൂപിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ആലയം ഏകദേശം 7000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗ്രൗണ്ട് ഫ്ലോറും ഫെയ്ത്ത് ഹോമും പണിയുന്ന സമയത്ത് ദൈവമക്കളുടെ കണ്ണുനീരും അവരുടെ അധ്വാനവും അവരുടെ സപ്പോർട്ടും ഒക്കെയാണ് ഇത് പണിത് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് അത് പൂർത്തീകരിക്കപ്പെടാൻ പറ്റിയില്ല. അപ്പോഴാണ് പിന്നെ ലോണിലേക്ക് പോയി. ആ ലോണിലേക്ക് പോയപ്പോൾ ആ ലോൺ നമുക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പം അത് ബാങ്കുകാർ പെട്ടെന്നൊരു സഡൻ ആക്ഷൻ എടുക്കുകയായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ആൻറ്റി ഞാനുമായിട്ട് വീണ്ടും വിദേശത്ത് പോയി. അവിടെ ഒരു വേല ചെയ്ത് ഇതേപോലെ ഒരു ചർച്ച എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദർശനത്തോടെ അവിടെ പോയേ. അവിടെ പോകുന്ന സമയത്ത് ആൻറ്റിക്കും ഒത്തിരി പ്രയാസങ്ങൾ നേരിടുന്നൊരു സമയമാണ്. ആൻറ്റിക്ക് ഒരു പ്രോബ്ലമായി. ആൻറ്റിക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഡയബറ്റിക് ഒത്തിരി ഹൈ ആയി. ആൻറ്റി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡോക്ടേഴ്സ് വരെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവിടെയും ഭയങ്കര ഒരു സ്ട്രഗ്ലിങ്. ആ സ്ട്രഗ്ലിങ് അവിടെ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഫെയ്ത്ത് മോൻ ഒറ്റയ്ക്കാണ്, അമ്മയും ഒറ്റയ്ക്കാണ്. ആ ടൈമിൽ ബാങ്കുകാർ പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഫെയ്ത്ത് ഹോം ലോക്ക്ഡ്, ജപ്തിയായി. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കപ്പെടാത്ത സമയത്ത് രോഗങ്ങൾ, പ്രതീക്ഷിക്കപ്പെടാത്ത സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ്, പ്രതീക്ഷിക്കപ്പെടാത്ത സമയത്ത് നമ്മുടെ വീട് ലോക്ക് ചെയ്തിട്ട് ഇവിടെ പോലീസിനെ കാവലിട്ടിട്ട് അവർ പോകുന്നു. അതൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ഉടനെ ഞാൻ നാട്ടിലെത്തി ഈ ഇവിടെ സൈഡിലൊരു റൂമുണ്ട്, ആ റൂം ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ റൂമിൽ ഞാനും ഫെയ്ത്ത് മോനും ഒരുമിച്ച് വിശ്രമിക്കുന്നു. അവിടെ കിടന്നുകൊണ്ടാണ് പിന്നെ പ്രാർത്ഥിച്ച് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കണം. നമുക്ക് അഡ്വക്കേറ്റിനെ പരിചയമില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ ഒരുക്കി തരുന്നു. ഹൈക്കോർട്ടിലെ പ്രധാനപ്പെട്ട ഇന്നും അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിനെ ഒരുക്കി തരും. ഒരു വിതിൻ 1 വീക്ക് കൊണ്ട് ആ ജപ്തിയെ ദൈവം പൊട്ടിച്ചെറിയും. അതൊരു അതൊക്കെ ഒരു ഭയങ്കര മിറക്കിളാണ്. അത് പൊട്ടിച്ചെറിയുന്നു, വീണ്ടും അത് ഓപ്പൺ ആകുന്നു. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിങ്ങാണ് ദൈവം ചെയ്യുന്നത്. ചർച്ചിന് അടുത്തൊരു വളർച്ചയിലേക്ക് കയറുക. അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനും ആ ഒരു ടൈമിനകത്ത് ഇവിടെ ഫെയ്ത്ത് ഹോമിനകത്ത് ഉണ്ടായിരുന്ന അവർക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു ടൈമിലെ അനുഭവം എന്തായിരുന്നു? വീട് ജപ്തി ചെയ്തപ്പം പപ്പയമ്മയും ആക്ച്വലി പുറത്ത് ദുബൈയുടെ പട്ടണത്തിലായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് ആയിരുന്ന സമയത്ത് ഞാനും അമ്മച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു 2022 23 ഇത് സംഭവിച്ചത്. 22 നമ്മുടെ വീട് ഇങ്ങനെ ലോക്കായി. അപ്പം നമ്മൾ വിചാരിച്ചു, ദൈവമേ, ഇനി നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ ചർച്ച് ഇത്രയും പ്രതീക്ഷകളോടെ നമ്മൾ കൊണ്ടുവന്ന ദർശനങ്ങൾ. എനിക്ക് അന്ന് പിറ്റേ ദിവസം രാത്രി ഞാൻ കട്ടിൽ കിടന്നുറങ്ങിയെങ്കിൽ ജപ്തി ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൻ്റെ പുറത്ത് തിണ്ണയിലാണ് കിടന്നുറങ്ങണത്. കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു. ഭയങ്കര വിഷമം. ഇനി നമ്മുടെ ഇത്രയും ചർച്ചാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് വീട് ലോക്ക് ചെയ്തല്ലായിരുന്നു എൻ്റെ വിഷമം. നമ്മുടെ ചർച്ച് ലോക്കായി പോകും. പക്ഷെ ദൈവം സഹായിച്ചു. ഒരിക്കലും ഒരു പ്രോപ്പർട്ടി ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോപ്പർട്ടിക്കകത്ത് കയറാൻ അനുവാദമില്ല. പക്ഷെ ദൈവം അവിടെയും നമ്മുടെ ചർച്ചിനെ ഫേവർ ചെയ്തു. പിറ്റേ സൺഡേ തൊട്ട് നമ്മളുടെ ചർച്ചിനകത്ത് ആൾക്കാർ വന്നിരുന്ന് ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഫേവറാണ്. ആ പ്രോപ്പർട്ടിക്കകത്ത് പോലും കയറാൻ പെർമിഷൻ ഇല്ല. അവിടെ സെക്യൂരിറ്റിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ സെക്യൂരിറ്റിയുടെ സപ്പോർട്ട് കൂടെ ആ ഒരു ടൈമിലും നമ്മുടെ വീട് ബാങ്ക് പ്രൊസസ് ചെയ്ത ടൈമിൽ നമുക്ക് ആരാധനകൾ നടത്താൻ പറ്റും. നമ്മുടെ ആരാധനകളെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ശക്തിക്ക് ഇതിനായിട്ടും പറ്റിയിട്ടില്ല. അതിപ്പം ഈ ലോകതലത്തിലുള്ള ഒരു ശക്തിക്ക് നമ്മുടെ ആരാധനകളെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയാണ് നമ്മൾ ഇത് തുറക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. നമ്മൾ ഈ വീട് ലോക്കായപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ
അതിൻ്റെ മുകളിലേക്ക് ചർച്ചിനെ കുറിച്ചുള്ളൊരു ദർശനം ദൈവം തന്നത്. നമ്മൾ വീട് തുറക്കണം എന്ന് ആഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മുടെ സംസാരവും ഡിസ്കഷനും എല്ലാം പാസ്റ്റർ പപ്പ വന്നിട്ട് പറഞ്ഞത്, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇനി പള്ളി പണിയണം. സാഹചര്യം പ്രതികൂലമായിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞത്, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകളെല്ലാം സാഹചര്യത്തിന് വിപരീതമായിരുന്നു. ഒരു വാക്കിങ്ങനെയാണ്, നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാഴ്ചയാൽ ലോക്കാണെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ കൽപ്പിക്കുന്ന സൂപ്പർ നാച്ചുറൽ വാക്കുകളാണെങ്കിൽ അവിടെ ക്രിയേറ്റീവായിട്ടുള്ളത് ഉളവായി വരും. ഈ മിനിസ്ട്രി ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ കണ്ടുവന്നത് ഒന്നും ഉണ്ടതുകൊണ്ടുള്ളതല്ല, എല്ലാം നമ്മൾ വിശ്വാസത്താൽ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകളായിരുന്നാലും ഈ കാണുന്ന ചർച്ചിലെ മെമ്പേഴ്സ് ആയിരുന്നാലും നമ്മൾ കൂടെ എല്ലാം ക്രിയേറ്റായി വന്നതാണ്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിതച്ചു, വിശ്വാസത്തിൽ കൽപ്പിച്ചു, വിശ്വാസത്തിൽ അബ്രഹാം ഇറങ്ങിയതൊക്കെ പോലെ. ഇപ്പോൾ മിനിസ്ട്രിയിലേക്ക് വരാനും മിനിസ്ട്രിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പാസ്റ്ററിൽ നിന്ന് കണ്ട് പഠിച്ചതാണ്, ഒന്നുമില്ലാത്ത സാഹചര്യമാണെങ്കിലും ഒരിക്കലും നോ പറയാറില്ല. ഇപ്പം നമ്മളിപ്പം ഇപ്പം വിഷ്ണുവിനെ അറിയായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും ചെയ്യാന്നാണ് പറയുന്നത്. അത് ഈ ഒരു മിനിസ്ട്രിയിൽ ഒരു പോസിറ്റീവ് അല്ല, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മിനിസ്ട്രി ഇതുവരെ എത്തിയത് നമ്മളതിൽ ഉള്ള നമ്മുടെ പോക്കറ്റ് വെച്ചിട്ടോ നമ്മുടെ ദർശനം ദൈവത്തെ നോക്കിയിട്ട് ആണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിനിസ്ട്രി ഇത്രയും ഭയങ്കര മൂവായിട്ട് ഇതുവരെ ദൈവം എത്തിച്ചു. പെട്ടെന്ന് ഇത്രയും വലിയ ഇങ്ങനെ ഒരു ഹ്യൂജ് ക്രൈസിസിന്റെ നടുവിനകത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ നമുക്കിനി മേലത്തെ ചർച്ചിലെ പണി തുടങ്ങാന്നൊക്കെ കേട്ടപ്പോൾ എന്താണ് ചേട്ടന് പെട്ടെന്ന് മൈൻഡിനകത്ത് വന്നത്? ഞാനും ആ ഒരു ഫെയ്ത്തിനോട് കൂടെ, കാരണം കുഞ്ഞുനാൾ തൊട്ടേ ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്ന ദൈവമാണെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പം പപ്പ അങ്ങനെ പാസ്റ്റർ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമായി. അതുകൊണ്ട് തന്നെ ആ വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ആയപ്പോൾ നമുക്ക് പുതിയൊരു ഹാളും കൂടെ തന്നു. നമ്മൾ ആ ഒരു താഴത്തെ ഹാളിൽ നിന്ന് നമുക്ക് പുതിയ ഹാളും തന്നു, നമ്മുടെ വീടും അൺലോക്ക് ചെയ്തു. ദൈവം നമ്മുടെ മിനിസ്ട്രിയിൽ അത്രയും വിശ്വസ്തരാന്ന് ഒന്നുകൂടെ ദൈവം തെളിയിച്ചു തന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആ ഒരു ക്രൈസിസ് എല്ലാം ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യിക്കുകയായിരുന്നു. ഞാനാണ് ഇതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സഭയെ പണി. ആ ഒരു ക്രൈസിസ് എല്ലാം നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ മിനിസ്ട്രിയിൽ വരുന്ന ക്രൈസിസിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ്. കർത്താവിൻ്റെ ദാസി ഈ ഒരു അനുഭവം പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ എന്തായിരുന്നു പെട്ടെന്ന് മനസ്സിനകത്ത് തോന്നിയത്? ഇങ്ങനെ വീടൊക്കെ ലോക്കായി. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ വിദേശത്തായിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് മോനാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് ഇതുപോലെ ഒരു സംഭവം നടന്നു. പക്ഷെ ആ സമയം ഞാൻ ഒത്തിരി ശാരീരിക ബലഹീനതയിലായിരുന്നു. അതെനിക്ക് പറയാൻ പറ്റാത്ത വിധം അത് കണ്ടവരുണ്ട്, അപ്പോൾ അവർക്ക് മാത്രമേ അറിയാവൂ. അത്രയും ബലഹീനതയിലാണ്. കാരണം പാസ്റ്ററിൻ്റെ സഹായം ഇല്ലാതെ എനിക്ക് എഴിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. എൻ്റെ 2 കിഡ്നി ഇൻഫെക്ഷനായി, പെയിൻ കൂടുതലായിരുന്നു. അപ്പം പപ്പയ്ക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്നുള്ളൊരു കണ്ടീഷൻ എത്തി. അപ്പം എനിക്ക് വയ്യെങ്കിലും ഞാൻ പറഞ്ഞു, കാരണം അവന് 22-23 വയസ്സേ ഉള്ളൂ മോന്. ഈ വിഷമം കൊണ്ട് അവൻ എന്തെങ്കിലും മാനസികമായിട്ട് അവൻ തകർന്നു പോയാലോ എന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ഈ ലോക്ക് ഒരു ലോക്കല്ല. കാരണം ബാഗ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നു, ഞങ്ങളെ വീടിൻ്റെ. അപ്പം ഇങ്ങനെ ഫ്രണ്ടിൽ എൻട്രൻസിൽ പോകാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത്, കാരണം ഞാൻ കണ്ടിട്ടുള്ള വിഷൻ പൂർത്തിയായിട്ടില്ല. കാരണം ഞാൻ ബിൽഡിംഗ് പൂർത്തിയായി, അതിനകത്ത് എപ്പോഴും ഞാൻ അസുഖം വരുമ്പോഴായിരുന്നാലും എനിക്ക് നല്ല ഉറപ്പാണ് ഒന്നും സംഭവിക്കത്തില്ല, റെസ്റ്റ് എടുത്ത് ഇരിക്കും, പാസ്റ്ററിന് നല്ല റെസ്റ്റ് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട്. കാരണം ഞാൻ കണ്ട ദർശനം അതാണ്. കർത്താവ് അത് മനുഷ്യൻ പറഞ്ഞതോ പ്രവാചകൻ്റെ വാക്കോ അല്ല, ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ പൊയ്ക്കോ, പിന്നെ ഈ ലോക്ക് അൺലോക്ക് ആയിക്കോളും, ഒന്നും നമ്മളെ കയ്യിൽ നിന്ന് ദൈവം തന്നതൊന്നും നഷ്ടപ്പെടത്തില്ല. ഈ പൂർണ്ണ ഉറപ്പോടെയാണ് നാട്ടിലോട്ട് പാസ്റ്ററിനെ വിട്ടത് ഞാൻ. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ കൊറോണ വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട്, കാരണം എനിക്ക് വേറെ ആരും ഇല്ല, അപ്പനില്ല, സഹോദരന്മാരില്ല, അപ്പം എനിക്ക് വേറെ ആരും ഇല്ല. അപ്പം ഞാൻ പെട്ടെന്ന് കൊറോണ പോസിറ്റീവാണ്, കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ ചെന്ന് വാവിട്ട് കരഞ്ഞു.
കരഞ്ഞിട്ട് ഞങ്ങളുടെ ഹാളിൻ്റെ അവിടെ ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ശബ്ദം കേട്ട്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ തിന്നാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇത്രയും നാൾ വചനം ഒരുപാട് എപ്പോഴും വചനം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ ഭക്ഷിച്ചത് എന്താണ്? വചനം ഭക്ഷിച്ചിട്ടുണ്ടോ? എന്നെ തിന്നുന്നവൻ, വചനത്തെ ഭക്ഷിച്ച വ്യക്തി ആ വചനം മുഖാന്തരം ജീവിക്കും. ആ വചനം ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു. അപ്പോൾ ആ വചനം ഉള്ളിലുള്ള ജീവൻ ഉള്ളിലുണ്ട്. ആ ജീവൻ പുറത്ത് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ആ ശബ്ദം കേട്ട് എപ്പോഴും ഒരു വ്യക്തിയുടെ ആയിട്ട് എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് ദൈവം ഒരു ശബ്ദം തരും എനിക്ക്. ഒന്നുകിൽ ഒരു വചനം, ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു വിഷൻ, ഒരു ദർശനം, എന്തെങ്കിലും തരും. ഒരു മനുഷ്യനും പറഞ്ഞാലും എനിക്ക് ആശ്വസിക്കാൻ ഇടം വരാത്ത വിഷയങ്ങൾ വന്നാലും കർത്താവിൻ്റെ ശബ്ദം കൊണ്ട് എന്നെ ഉറപ്പിക്കും. അതുപോലെ തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ബിൽഡിംഗ് ഫുള്ളായിട്ട് ഫിനിഷ് ആകും, പൂർത്തീകരണം ഉണ്ടാകും. കർത്താവിൻ്റെ പദ്ധതി മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പോടുകൂടിയാണ് ഇപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുന്നത്. അതുപോലെ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണിയുടെ സമയത്ത് വർക്കിംഗ് ഇങ്ങനെ നടന്നു വരുന്ന ആ ടൈമിനകത്ത് എന്തോ ചില കുറവുകൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് വഴി തുറന്നു സിമെന്റുകൾ, അങ്ങനെ എൻ്റെ അടുത്തൊരു ടെസ്റ്റ് മണി കർത്താവിൻ്റെ ദാസി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ എക്സൈറ്റഡ് ആണ്, നിങ്ങളോട് അത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് വാർക്കുന്ന സമയത്ത് അന്ന് 150 പാക്കറ്റോളം സിമെൻറ്റ് വേണം. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുടെ മൂത്ത മകനുമായിട്ട് ആണ് അവിടെ പോകുന്നത്. ഇവിടെ നെടുമങ്ങാട് ഒരു കമ്പി ഒക്കെ കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്നു, സൊസൈറ്റി. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ആ വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ കണ്ടിട്ട് എന്തോ ഒരു ദൈവീകത തോന്നുന്നു, കമ്പി എത്ര കിലോ വേണം? അപ്പം ഞാനിതെല്ലാം അളവും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് സിമെൻറ്റ് വേണ്ടേ? എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ കമ്പിയും വേണം, സിമെൻറ്റും വേണം, എല്ലാം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു സിമെൻറ്റ് വേണം, പക്ഷേ എനിക്ക് സിമെൻറ്റിൻ്റെ ക്യാഷ് ഇല്ല. അപ്പോഴും പറഞ്ഞു, എനിക്ക് ക്യാഷ് ഇപ്പോഴൊന്നും തരണ്ട, 1 മാസത്തിനകം ക്യാഷ് തന്നാൽ മതി, ഞാൻ ഡയറക്റ്റ് ഈ ഫാക്ടറിയിൽ നിന്ന് ഒരു ലോഡ് സിമെൻറ്റ് അങ്ങോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. ഞാൻ നെടുമങ്ങാട് ആ കമ്പിക്കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ, ഇവിടെ ചുള്ളിമാൻ്റെ 5 കിലോമീറ്ററേ ഉള്ളൂ, ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് പിന്നെ സിമെൻറ്റ് ഇവിടെ വന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതം. കാരണം ആ പ്രാവശ്യത്തെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് പാസ്റ്ററില്ല, 2 ഫ്ലോറിൻ്റെയും കോൺക്രീറ്റ് സമയത്ത് ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വിശ്വാസികൾ, ഷാജി ബ്രദർ, നമ്മുടെ ചർച്ചിലെ എല്ലാ വിശ്വാസികളും ആത്മാർത്ഥമായിട്ട് നിന്നാണ്. അവർക്കെല്ലാം അറിയാം, ഈ ടെസ്റ്റ് മണി എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും അറിയാം. തലേ ദിവസം ഷാജി ബ്രദർ, ഫാമിലി, പിന്നെ വേറെ 1-2 സഹോദരങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം കോൺക്രീറ്റിന് ഫുഡിന് 35,000 രൂപ വേണം, പിന്നെ കോൺക്രീറ്റിന് വരുന്ന ആൾക്കാർക്ക് കാശ് കൊടുക്കണം. ഇതിനൊന്നും കാശായിട്ടില്ല. അപ്പോൾ ഒരു 7-8 മണിയായപ്പം എന്നെ കാണാനായിട്ടൊരു മോൻ ഇവിടെ വന്നു. നെടുമങ്ങാടുള്ള ബ്രൈറ്റ് എന്നാണ് അവൻ്റെ പേര്. ആൻറ്റി എന്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് നാളത്തേക്കുള്ള ക്യാഷ്. അതിനെന്തോ ആൻറ്റി, എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ ആ രാത്രി ചെന്ന് അവൻ 50,000 രൂപ എൻ്റെ കയ്യിലെടുത്തുകൊണ്ട് വന്നു. സത്യത്തിൽ പറഞ്ഞാൽ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻസ് കയ്യിൽ വന്നു, കാശ് അടുത്ത പില്ലർ ചെയ്യാനായിട്ടുള്ള ബാലൻസ് കാശ് കയ്യിൽ വന്നു. അതുപോലെ ദൈവം അത്ഭുതം ചെയ്തു. ആരും മറ്റ് പിന്നെ എന്തു പറയണം, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവം ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട്. അതാണ് വചനം പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നമ്മൾ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും ഒന്നുമല്ല, അതിനേക്കാളും അപ്പുറമായിട്ട് നമ്മളെ കർത്താവ് അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. ഉറപ്പായിട്ടും ഞാനും ഞങ്ങളുടെ ചർച്ചിൻ്റെ ജേണിയിൽ എനിക്ക് ഏകദേശം ഒരു 13-14 ഇയേഴ്സായിട്ട് ഞാനും ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒന്ന് പറയാൻ പറ്റും, ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, നമ്മുടെ ചർച്ച അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് ഒരു കല്ലിൻ്റെ മേലല്ല, അതിൻ്റെ ആഴത്തിലൊരു ദർശനത്തിൻ്റെ മീതെ ഒരു കല്ലിട്ടാണ് നമ്മൾ ഇങ്ങനെ പൊങ്ങി വന്നത്. സോ വി ആർ വിക്ടോറിയസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, വി ആർ സെയിങ് വി ആർ മോർ ദാൻ എ കോൺകറർ. നമ്മൾ ജയാളിയേക്കാൾ മീതെ ഒരു ജയാളിയാണ്, നമ്മൾ ജയിച്ചവരാണ്. സോ ഇത്രയും നാളത്തെ ഈ ഒരു വലിയ ജേണിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ, ഒത്തിരി മിറക്കിളുകൾ ഒക്കെ കണ്ടുവന്ന ഈ ജേണിയിൽ ഈ 14ാമത്തെ വർഷവും കുടുംബമായി എന്താണ് കർത്താവിൻ്റെ ദാസനോട് പ്രേക്ഷകരോട് പറയാനുള്ളത്?
ഈ വർഷമാണ് സത്യത്തിൽ ഞങ്ങൾ ഒത്തിരി ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് തന്നെ ഈ ചർച്ചിൻ്റെ മുകൾ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഫെയ്ത്ത് ഹോം, അതിൻ്റെ താഴെ ഒരു സെല്ലാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ചർച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ചിൻ്റെ പൂർത്തീകരണമായിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്ട്രക്ചർ കർത്താവ് ഈ വർഷമാണ് നമുക്കത് സാധ്യമാക്കി തന്നത്. 2023 ഡിസംബറിൽ ഈ ഇത്രയും പ്രതിസന്ധികൾ, ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ കർത്താവ് ഒരു 5500 സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. പലരും ഇതിനകത്ത് വന്ന് അത്ഭുതപ്പെട്ടു, ഇത്രയും സ്പേസ് ഇതിനകത്തുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത്രയ്ക്കും ദൈവം മാറ്റിയിട്ടിരിക്കുമായിരുന്നു. ഈ 20 സെൻറ്റ് സ്ഥലം മുഴുവനും നമ്മൾ ചർച്ചായിട്ട് എടുത്തിരിക്കുകയാണ്. അതൊരു ഭയങ്കര അത്ഭുതമാണ്. കാരണം ഈ ചർച്ച് പണിയാനായിട്ട് 14 വർഷമായി നമ്മൾ ഈ മിനിസ്ട്രിയിലേക്ക്, പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് വന്ന മിനിസ്ട്രി ഇത്രയും ആയി വന്നത്. പക്ഷേ ഈ ചർച്ച് പണിയാൻ 2 മാസമേ എടുത്തുള്ളൂ. ഈ 14 വർഷം കൊണ്ട് നമ്മൾ പല കഷ്ടങ്ങളും, പല വേദനകളും, പല നിന്ദകളും, പരിഹാസങ്ങളും, ഒറ്റപ്പെടലുകളും ഒക്കെ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അഹരോന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് എഴുന്നേറ്റതുപോലെ ഈ ഇത്രയും സ്ക്വയർ ഫീറ്റുള്ള ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എടുക്കാനായിട്ട് 2 മാസം പോലും വേണ്ടി വന്നില്ല. അതൊരു ഭയങ്കര മിറക്കിളാണ്. ആ ഡിസംബർ മാസത്ത് ഞങ്ങൾക്കിത് ഇനാഗുറേറ്റ്, ഭയങ്കരമായിട്ടൊരു മെഗാ ഓപ്പണിംഗ് അല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രെയർ ചെയ്ത് കയറാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഭയങ്കര അത്ഭുതം തന്നെയാണ്. നേരത്തെ ദേവദാസി പറഞ്ഞ പോലെ ദൈവം തന്ന ദർശനം ഇതിനേക്കാൾ വലുതാണ്. 2-3 പേരല്ല, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആത്മാക്കളെയാണ് ദൈവം ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: സമ്പത്തിൽ ഞങ്ങളെ ധനവാനാക്കല്ലേ, ഞങ്ങളെ ആത്മാക്കളെ കൊണ്ട് ഞങ്ങളെ സമ്പന്നനാക്കണമേ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സാമ്പത്തികമായിട്ട് ഇന്നും ഒത്തിരി സ്ട്രഗിളിംഗ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ചർച്ചിന് പുറത്തുള്ള ദൈവമക്കളാണ്, അതുപോലെ ഇതിനകത്തുള്ള ദൈവമക്കൾ. അവർ കടം തന്നിട്ട് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഇന്നും. അതെല്ലാം അവർ ചെയ്തിരിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ മേലൊരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെയൊക്കെയോ കുറേ തെറ്റിദ്ധാരണകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫലമുള്ളതിനോടല്ലേ ഏറുള്ളാവത്തുള്ളൂ. യോസഫ് ഫലപ്രദമായ വൃക്ഷം അല്ലേ, നീരുറവിനരികെ നിൽക്കുന്നു. വില്ലാളികൾ അവനെതിരെ എയ്തു, പക്ഷെ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ കൊമ്പുകൾ വളർന്നത് താഴോട്ടല്ലായിരുന്നു, അവൻ്റെ കൊമ്പുകൾ വളർന്നത് മതിലിൻ്റെ മീതെയായിരുന്നു. അപ്പോൾ ഈ വചനങ്ങളെപ്പോഴും എന്നെ, ആൻറ്റി ആണെങ്കിലും ഫെയ്ത്തിനെ ആണെങ്കിലും ഈവൻ മോനെ ആണെങ്കിൽ പോലും, കൂടെ നിൽക്കുന്ന എല്ലാവരാണെങ്കിൽ പോലും അത് ബലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി സ്ട്രഗ്ലിങ്സ് ജീവിതത്തിനകത്ത് നേരിട്ടിട്ടുണ്ട്. അപരാധങ്ങളാണെങ്കിലും, അപമാനങ്ങളാണെങ്കിലും, എതിരുകളാണെങ്കിലും, വെല്ലുവിളികളാണെങ്കിലും അതൊന്നും ദൈവശക്തി അകത്തുള്ളത് കൊണ്ട് തളരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അത്ഭുതങ്ങളിലൂടെ തന്നെ കർത്താവ് ഇന്നും ഈ 14ാമത്തെ വർഷം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം കർത്താവിന് മാത്രമാണ് എല്ലാ ക്രെഡിറ്റും, കർത്താവിന് മാത്രമാണ് എല്ലാ ബഹുമാനവും മഹത്വവും. പിന്നെ ബാക്കി ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. കാരണം ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം അവർക്കൊന്നും ഇതൊരു ഡിസ്റ്റർബൻസ് ആകാൻ പാടില്ല. അപ്പോൾ ഇത് സൗണ്ട് പ്രൂഫ് ചെയ്യണം, ഇതിനകത്തുള്ള ബാക്കിയുള്ള വർക്കുകൾ ചെയ്തെടുക്കണം. പിന്നെ കർത്താവ് നൽകിയൊരു വേറൊരു വിഷൻ എന്ന് പറഞ്ഞാൽ 24 hours പ്രാർത്ഥിക്കുന്നൊരു പ്രയർ ടവർ. അത് ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ മുൻപിലാണ് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ എല്ലാ സ്റ്റേറ്റിലും, എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും, എല്ലാ പഞ്ചായത്തുകളിലും ഒരു പ്രയർ ടവർ അല്ലെങ്കിൽ പ്രാർത്ഥന ഗോപുരം. ഇതൊരു ഭയങ്കര ദർശനമാണ്. ഒത്തിരി അഭിഷക്ത ദൈവദാസന്മാരെ ദൈവവേലയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണമെന്നുള്ളതൊരു ഭയങ്കര ഒരു വിഷനാണ്. അത് ഞങ്ങൾക്ക് ദൈവം നൽകിയ ഭയങ്കര ഒരു വിഷനാണ്. അതിലൊരു ആത്മീയ മകൻ തന്നെയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഒത്തിരി ആത്മീക മക്കൾ ഇന്ന് സ്റ്റേജിൽ പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഹൃദയം തുറന്ന് സന്തോഷിക്കാറുണ്ട്. ഹൃദയം തുറന്ന് ഞങ്ങൾ മറ്റെല്ലാവരെക്കാൾ അവർക്ക് വേണ്ടി കൈയടിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും ഉള്ള ഞങ്ങളുടെ ആയുസ് അനേക ആത്മീയ മക്കളെ ജനിപ്പിക്കുക, അവരെ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ വിഷനിലേക്കാണ് ഞങ്ങൾ ഈ വർഷം
കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. ആമേൻ. ദൈവം അതിനെ ഉറപ്പായിട്ടും ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പക്ഷേ ഇനി കർത്താവ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയുള്ള വിഷൻസ് എന്താണ്? നേരത്തെ കർത്താവിൻ്റെ ദാസിയും ഫെയ്ത്ത് മോനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ വിഷനാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു വലിയ ദർശനം. ആ ദർശനത്തിനകത്തുള്ള പ്രയാസങ്ങളൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായത് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് വിളിച്ച ദൈവം വിശ്വസ്തനായിട്ടിരുന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ ചുള്ളിമാനൂർ ടോൾ ജംഗ്ഷനിൽ സ്ഥലമായി, ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇത്രയും ക്രമീകരണങ്ങളായി, ബ്രാഞ്ച് പ്രവർത്തനങ്ങളായിട്ട് കേരളത്തിൽ വർക്കല, കാട്ടാക്കട, അതുപോലെ വിതുര തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, സൺഡേ സർവീസുകൾ അവിടെ ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ സോൺ ഏരിയ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു 4 സോണിൽ ചർച്ചിനകത്തുനിന്ന് ലീഡേഴ്സ് ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലാണ്. അപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾ, ആ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾ. ഇന്ന് പലരും ടൗണുകൾ ക്രമീകരിക്കപ്പെട്ട് അവിടെ ക്രൂസൈഡും അവിടെ മീറ്റിങ്സും ഒക്കെ നടത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒത്തിരി വില്ലേജുകളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം ഒരു കുഗ്രാമമാണ്. അവിടെയാണ് ഈ റിവൈവൽ നടക്കുന്നത്. അതാണ് ഏറ്റവും ദൈവസേന നന്ദി പറയാൻ. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഏകദേശം 27 കിലോമീറ്റർ ഉണ്ട്. നെടുമങ്ങാടുന്ന് ചുള്ളിമാനൂരിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഈ പൊന്മുടി മലയോര പ്രദേശമായ ഈ ഏരിയ, അപ്പോൾ അത്രയ്ക്കും ഉൾപ്രദേശമാണ്, ടൗണല്ല ഇത്. അങ്ങനെ അനേകം പേർ വന്ന് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമല്ല. ഇവിടെ വർഷങ്ങളായി പാർത്ത് അവരങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു റിവൈവൽ, ഈ ഒരു മൂവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മീറ്റിങ്ങിലും 500-ലധികം ആൾക്കാർ, ഇത്രയും ആൾക്കാർ ഇതിനകത്ത് വന്ന് ആരാധിക്കുന്നതിൻ്റെ പുറകിലെ രഹസ്യം, ഇതൊരു ഗ്ലോറി സ്പോട്ടാണ്, ഇതൊരു റിവൈവൽ സ്പോട്ടാണ്. അപ്പം അത് ദൈവം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിനകത്താണ് നമ്മളിരിക്കുന്നത്. അപ്പം ഇതിനകത്തുനിന്നാണ് ദൈവം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിതുവരെ ആയിട്ടില്ല, നടക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒത്തിരി അഭിഷക്തന്മാർ, മോൻ ഉൾപ്പെടെ, ഫെയ്ത്ത് മോൻ ഉൾപ്പെടെ, ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന അനേക അഭിഷക്തന്മാർ ഉൾപ്പെടെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടേ ഉള്ളൂ. പക്ഷേ ആത്മീയ മക്കളെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനുള്ള അതാ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒത്തിരി ഓർഫനായിട്ടുള്ള അനാഥരായ കുഞ്ഞുങ്ങൾ ഇവിടെ ഞങ്ങളെ കൈക്കീഴിൽ വരാറുണ്ട്. അതുപോലെ ഒത്തിരി മാതാപിതാക്കൾ ഞങ്ങളുടെ അടുക്കലേക്കൊക്കെ വരാറുണ്ട്. അവരെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളൊന്നും കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ബിൽഡിങ്ങുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ബൈബിൾ കോളേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ നോർത്ത് ഇന്ത്യയിൽ ദൈവദാസന്മാരെ അയച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ, ഇതൊക്കെയാണ് ഇനി അടുത്ത പ്രോജക്റ്റ്. അതിനു വേണ്ടിയിട്ടാണ് ഈ 14-ാമത്തെ വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ കരം മാത്രം ചലിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവത്തിന് ഈ മുന്നോട്ടുള്ള കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ടുള്ള ഈ വിഷനും പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇത് ചിന്തിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ആക്ച്വലി ഇതെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം നടത്തി തരുന്നു. അവരുടെ എഡ്യൂക്കേഷനൊക്കെ ലക്ഷങ്ങൾ ആണ് വേണ്ടി വരുന്നത്. പക്ഷേ അതൊക്കെ ദൈവമാണ് നടത്തിയേ. മൂത്ത കുഞ്ഞ് ഫേബ, അവൾ ഡോക്ടറായി. അവളെ കെട്ടിയ മോന് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അതും ഡോക്ടറാണ്. പിന്നെ 2 മക്കളെ തന്നു, അതും ഹാപ്പി ആയിട്ടിരിക്കുന്നു. രണ്ടാമത്തതാണ് ഫെയ്ത്ത് മോൻ, BSW കഴിഞ്ഞു, അടുത്ത് ഫർദർ സ്റ്റഡിക്കായിട്ട് പുറത്തോട്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇളയാള് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആൾ ഡൽഹിയിലാണ്. ഞങ്ങൾ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ, ഞങ്ങൾ ദൈവരാജ്യത്തിന് നിന്നപ്പോൾ അവരുടെ ഭാവി, അവരുടെ എഡ്യൂക്കേഷൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. പിടിയിടുന്നുണ്ടോ? അപ്പോൾ അവർക്ക് വേണ്ടി ദൈവം കരുതുന്നു, അവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കാനായിട്ട് ഞങ്ങൾ പോകാറില്ല. എന്നാൽ മാതാപിതാക്കളെ ഞങ്ങൾ ചിന്തിക്കുന്നില്ലെന്ന് വെച്ചാൽ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഭാവി എന്താകും എന്ന് അവിടെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഒന്ന് ഓക്കെ ആകും. അത് കർത്താവ് ചെയ്യും, കർത്താവ് നോക്കും. പക്ഷേ ഇതാണ് ഞങ്ങളുടെ ദർശനം, ആത്മീക മക്കളെ ജനിപ്പിക്കുക. ഇനിയും
ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, എന്ന് പറഞ്ഞാൽ സുവിശേഷം എത്താത്ത ഗ്രാമങ്ങളിലേക്ക്, വില്ലേജുകളിലേക്ക്, അത് ഏത് രാജ്യമാണോ ആ രാജ്യങ്ങളിലേക്ക്, നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലേക്ക്, എല്ലാ സ്ഥലങ്ങളിലും. അത് എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമാണ് ഈ വർഷം മുതൽ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അതിൻ്റെ പുറകിലുണ്ടായേ മതിയാകും. ഉറപ്പായിട്ട് കർത്താവ് ഇത്രയും നടത്തിയ ദൈവം അതിനെയും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇനിയും ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ ഒക്കെ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാം ലൈവായിട്ട് നടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ലൈവ് നിങ്ങൾ കാണുകയും വാച്ച് ചെയ്യുകയും ചെയ്യണം. ഡെഫിനറ്റ്ലി ഞങ്ങൾ നിങ്ങളെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക്, നമ്മളെല്ലാം ഒരു അപ്പൻ്റെ മക്കളും ഒരു രാജ്യത്തിൻ്റെ അവകാശികളുമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സഭാ സംഘടന വ്യത്യാസം മറന്ന് കർത്താവിൻ്റെ വേല ചെയ്യേണ്ട സമയമാണ്. ഇന്ത്യയുടെ ഉണർവ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയായിട്ട് എല്ലാ ചർച്ചകളിലും ശക്തമായ മൂവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവൻലി ടെൻറ്റിലും ശക്തമായ മൂവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കുഞ്ഞുങ്ങൾ മണിക്കൂറുകളോളം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഏഞ്ചലിക് വിസിറ്റേഷൻ അനുഭവിക്കുകയും കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തണം, ഈ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അത്യാവശ്യം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെയാണ് ഞങ്ങളെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ആയതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ സ്വർഗീയ കുടുംബത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളെ പ്രവർത്തനങ്ങളെ കാണുകയും, ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ദർശനങ്ങളെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സ്വർഗരാജ്യത്തിന് ഭയങ്കര ഒരു മുതൽക്കൂട്ടായി മാറും. ആ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാനും സഹകരിക്കാനും ഒക്കെ ഇടയായി തീരുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ദാസനപ്പോൾ കുടുംബമായി ഇനി വളർന്നു വരുന്ന ഒരു ജനറേഷൻ ഈ 24 അല്ലെങ്കിൽ 26 ഇയേഴ്സ് ഓഫ് മിനിസ്ട്രിയുടെ ഈ ടൈമിനകത്ത് നിന്നുകൊണ്ട് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായി. ഒത്തിരി ദൈവിക അത്ഭുതങ്ങളെയും കരുതലുകളെ ഒക്കെ കാണാനും ഞങ്ങളോട് ഷെയർ ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അനുഭവത്തിനകത്ത് നിന്നുകൊണ്ട് ഇനി വളർന്നു വരുന്ന ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി അധികം ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ബാറ്റൺ അടുത്തത് കൈമാറി ഓടാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനോട് കൊടുക്കാനുള്ള അഡ്വൈസ്, അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാൻ എന്താണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ആമേൻ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിന് ഒത്തിരി പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കി, കർത്താവിൻ്റെ ശബ്ദം മാത്രം കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാലിടറാതെ, അധൈര്യപ്പെടാതെ, ക്ഷീണിച്ചു പോകാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഇതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് നോക്കാൻ വേറെ ഒരു ഇടമില്ലായിരുന്നു, മനുഷ്യനില്ലായിരുന്നു, പ്രസ്ഥാനങ്ങളില്ലായിരുന്നു. കർത്താവിൻ്റെ മുഖം മാത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് അനുഭവിച്ചറിയാൻ പറ്റി കർത്താവിൻ്റെ കരുതൽ, അത്ഭുതം, സൗഖ്യം, വിടുതൽ എല്ലാം ഇന്നും അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഏകദേശം ഒരു 2 കോടി ഓളം രൂപ ആയി, അത്രയും എമൗണ്ടായി ഇതിൻ്റെ സ്ഥലം, ബിൽഡിങ്, ഇതിൻ്റെ എല്ലാ സ്ട്രക്ചറും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇതുവരെ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇത്രയും എമൗണ്ട്, ഇത്രയും ക്യാഷ് ഇതിനകത്ത് വന്നത് ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റൊരു കരമല്ല. ഇത്രയും ദൈവം ഇതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടെത്തിച്ചതും കർത്താവിൻ്റെ കരമല്ലാതെ വേറൊരു കരമല്ല. അതുകൊണ്ട് മനുഷ്യരിൽ ട്രസ്റ്റ് ചെയ്യാതെ കർത്താവിൽ തന്നെ നിങ്ങൾ ആശ്രയിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ആമേൻ, ആദിമ പിതാക്കന്മാരെ നടത്തിയ ദൈവം നമ്മെയും നടത്താൻ കഴിയുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ആരെയും മുഖത്ത് നോക്കി നിങ്ങൾ പ്രവർത്തിക്കരുത്. ഒരു സപ്പോർട്ടില്ലെങ്കിലും കർത്താവ് ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ വേലയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വേലയുടെ മുഖത്തിറങ്ങിയ എല്ലാ ദൈവദാസന്മാരോടും എല്ലാ യങ്സ്റ്റേഴ്സിനോടും ഞാൻ പറയുന്നു, നമുക്ക് മീഡിയയിൽ ഒത്തിരി പേരെ കാണാൻ പറ്റും, നമുക്ക് ഒത്തിരി മിറക്കിൾസുകൾ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതൊന്നുമല്ല നമ്മുടെ ഒരു പ്രോത്സാഹനം. നമ്മുടെ പ്രോത്സാഹനം എപ്പോഴും പൗലോസ് പറയുന്ന പോലെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ആ ഒരു ദൈവത്തിൽ നിന്ന് നേരിട്ടൊരു എൻകൗണ്ടർ
നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആരെ അനുകരിക്കാൻ പോകത്തില്ല. ഇന്ന പാസ്റ്റർ പോലെ, ഇന്ന സഭ പോലെ, ഇന്ന വ്യക്തിയെ പോലെ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് അതാകാൻ പറ്റാതെ വരുമ്പം നമ്മൾ ഇട്ടേച്ച് പോകത്തില്ല. കർത്താവാണ് എന്നെ വിളിച്ചത്, കർത്താവാണ് എന്നെ കണ്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഈ ഓട്ടം ഓടിത്തികയ്ക്കും. ആ ഓട്ടത്തിനകത്ത് എന്തൊക്കെ നമുക്ക് വേണ്ടിയതുണ്ടോ അതെല്ലാം ദൈവം തന്നിരിക്കും. ദൈവം നമുക്ക് തരേണ്ട മാന്യത, ദൈവം നമുക്ക് തരേണ്ട ഉയർച്ച എല്ലാം അതിനകത്ത് തന്നിരിക്കും. അപ്പോൾ ആയതുകൊണ്ട് എനിക്കൊരു കാര്യമേ ഈ സമയത്ത് പറയാനുള്ളൂ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ആമേൻ. ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ ആത്മാവിന് മാത്രം മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി. കർത്താവ് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഇതാണ് ഞങ്ങൾക്ക് ഈ 14-ാമത്തെ വർഷം എല്ലാ ദൈവമക്കളോടും പറയാനുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾ ചെയ്തത് മുഴുവനും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിന്നും ചെയ്യുന്നത് ഞങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ മിനിസ്ട്രിയിലൂടെ ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇത് വരുന്ന ദിവസങ്ങളിൽ രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, ലോകരാഷ്ട്രങ്ങളിലേക്ക് ഇത് വ്യാപരിക്കും. ഉറപ്പായിട്ടും ദൈവരാജ്യത്തിനകത്തുള്ള ആ പ്രതിഫലം മേടിക്കുമ്പോൾ നിങ്ങൾക്കും അതിനകത്തൊരു പങ്കുണ്ട്. ആമേൻ. ഈ പ്രവർത്തനങ്ങളിൽ വീണ്ടും നിങ്ങൾ പങ്കാളികളാകുവാൻ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് ഫാസ്റ്റർ ആൻറ്റി ഫെയ്ത്തഡ. ഇത്രയും ടൈം നിങ്ങളുടെ വാല്യുബിൾ ടൈം ഞങ്ങളുമായി സ്പെൻഡ് ചെയ്തതിൽ, ഈ വാല്യുബിൾ ആയിട്ടുള്ള ടെസ്റ്റിമണീസ്, എക്സ്പീരിയൻസുകൾ ഞങ്ങളോട് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. വി ആർ ഗോയിങ് ടു ബി സൈൻ ഔട്ട്. നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതേ ഉള്ളൂ. വി വിൽ കം ബാക്ക് വിത്ത് അനദർ ചാപ്റ്റർ. സ്റ്റേ ട്യൂൺഡ് വിത്ത് us. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ.